എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണുന്നത് ഫ്ലവേഴ്സ് 1 കോടി. റിയാദിലെ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന് വേണ്ടി ലോകമെമ്പാടുമുള്ള മലയാളികൾ ചേർന്ന് 34 കോടി രൂപ പിരിച്ചെടുത്തപ്പോൾ വീണ്ടും നിമിഷപ്രിയയുടെ വിഷയവും ചർച്ചയ്ക്ക് വന്നു. നിമിഷപ്രിയയുടെ മോചനത്തിനായി എന്തുകൊണ്ട് മലയാളികൾ കൈകോർക്കുന്നില്ല എന്ന ചോദ്യങ്ങൾ ഉയർന്നു. ഇതിനകം തന്നെ ഒരുപാട് ആളുകൾ നിമിഷപ്രിയയെ മോചിപ്പിക്കാനായി ശ്രമിക്കുന്നുണ്ട്. ശ്രമം ഇപ്പോഴും തുടരുന്നു. ഇന്ന് ഈ മത്സരവേദിയിൽ നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി നമ്മോട് സംസാരിക്കുകയാണ്. ഒപ്പം അവരുടെ അഭിഭാഷകനായ സുഭാഷ് ചന്ദ്രൻ KR ഉണ്ട്. വധശിക്ഷ കാത്തു കഴിയുന്ന മകൾക്ക് വേണ്ടി വഴിക്കണ്ണുമായി കാത്തു നിൽക്കേണ്ടി വന്ന അമ്മയുടെ ഓർമ്മകളിലെ നൊമ്പരമാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനി പ്രേമകുമാരിയുടെ ജീവിതം. ഒരു കൊലപാതക കേസിൽ പ്രതിയായി യമൻ എന്ന രാജ്യത്തെ ജയിലിൽ കഴിയുന്ന മകൾ നിമിഷപ്രിയയുടെ മോചനമാണ് ഓരോ നിമിഷവും പ്രേമകുമാരിയുടെ ആഗ്രഹവും ആവശ്യവും. അമ്മ ജയിൽ മോചിതയായി അരികിലേക്കെത്തുന്ന സന്തോഷ നിമിഷങ്ങൾ സ്വപ്നം കണ്ട് നിമിഷപ്രിയയുടെ മകൾ മിഷേലുമുണ്ട് പ്രേമകുമാരിക്കൊപ്പം. പ്രായവും ദുഃഖവും ആശങ്കകളും ഏകാന്തതയും വേദനയും ദുർബലമാക്കുന്ന ഈ കൈകളിൽ തടവറയിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മകളോടുള്ള കരുതൽ ഇപ്പോഴും കൈവിടുന്നില്ല പ്രേമകുമാരി. മകൾക്ക് വേണ്ടി മാറ്റിവെച്ച സ്വന്തം ജീവിതത്തിന്റെ വെളിപ്പെടുത്തലുകളുമായി നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി വരുന്നു ഫ്ലവേഴ്സ് 1 കോടിയുടെ വേദിയിലേക്ക്. ഹായ് കുട്ടേട്ടാ. നമസ്കാരം പ്രേമകുമാരി. നമസ്കാരം സുഭാഷ് ചന്ദ്രൻ. അമ്മ നമസ്കാരം. അമ്മ നല്ല സങ്കടത്തിലാണെന്ന് എനിക്കറിയാം. പക്ഷെ മലയാളികളൊക്കെ അമ്മയ്ക്കൊപ്പം ഉണ്ട്. അവര് എന്തൊക്കെ സഹായിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യും, എനിക്ക് ഉറപ്പാണത്. അപ്പോൾ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ, അപ്പോൾ താങ്കൾ സുപ്രീം കോടതിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. കുറെ കാലമായി അല്ലേ? ഞാൻ 2010 തൊട്ട് ഡൽഹിയിലാണ്, 2014 തൊട്ട് പ്രാക്ടീസ് ചെയ്യും. മാധ്യമപ്രവർത്തനം നല്ല പരിചയമുണ്ടല്ലോ. ഞാൻ 2010 തൊട്ട് 13 വരെ ജേർണലിസ്റ്റ് ആയിട്ടായിരുന്നു ഡൽഹിയിൽ വർക്ക് ചെയ്തിരുന്നത്. ഓക്കെ, താങ്ക് യു. എന്തായാലും നന്നായി. ഈ താങ്കൾ ഡൽഹിയിൽ നിന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമായിട്ട് വന്നതാണെന്ന് എനിക്കറിയാം. അമ്മ, അമ്മയ്ക്ക് എത്ര 2 മക്കളാണല്ലേ? 2 മക്കള്. 2 പെൺകുട്ടികളാണോ? അതെ അതെ. നിമിഷപ്രിയ അല്ലാതെ ആരാ? നിമിഷപ്രിയക്ക് ചേച്ചിയുണ്ട്, നിത്യ വിവാഹിതയാണോ? വിവാഹിത. എവിടെ താമസിക്കുന്നു ഇപ്പോ? ആലുവ മുപ്പത്തടുത്ത്. അമ്മ ഇപ്പൊ ഇവിടെ കിഴക്കമ്പലത്തുണ്ടല്ലേ? കൊച്ചിയിൽ കിഴക്കമ്പലത്തുണ്ട്. ഓക്കെ, ജോലിയായിട്ട് അമ്മ ഒരു വീട്ടിൽ നിൽക്കുകയാണെന്ന് തോന്നുന്നല്ലേ? ഹസ്ബൻഡ് വന്നിട്ടുണ്ടല്ലേ നിമിഷപ്രിയയുടെ? ടോമി തോമസ് എന്ന പേര്. ഓക്കെ, താങ്കൾ എന്താ ചെയ്യുന്നേ? ഇപ്പം നിലവിൽ അലറിയുള്ള കാര്യങ്ങളാണ് ചെയ്യണത്. ഇപ്പം ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു, ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം എവിടെയാ ഉള്ളത് ഇപ്പോ താങ്കൾ? ഞാൻ ഇവിടെ. നിങ്ങൾ കൊല്ലംകോടുകാരല്ലേ? അല്ലല്ല, ഞാൻ തൊടുപുഴക്കാരനാണ്. ഓ, നിമിഷപ്രിയയുടെ വീടാണ് കൊല്ലംകോട്. അതെ അതെ അതെ. ഇപ്പൊ ഒരു തൊടുപുഴക്കാരൻ കൊല്ലംകോട് എത്താൻ കാരണം? അത് നേരത്തെ ആ ഭാഗത്ത് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഗൾഫിലേക്ക് പോയി. കുറെ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഓരോ ആലോചനകളിൽ 10-22 പേര് കണ്ടതിൽ ഒരാള്. ഓക്കെ ഓക്കെ, കുറെ കാലമായി. ഇത് മോള് അല്ലേ? ഇത് മോള്. എന്താ മോളുടെ പേര്? മിഷേൽ. മിഷേൽ അല്ലേ? മിഷേൽ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? ഇപ്പൊ 6 ഇനി 7 ഇപ്പൊ അച്ഛനോടെയാണോ ഉള്ളത്? അപ്പച്ചനാണോ വിളിക്കുന്നത്? എന്താ വിളിക്കുന്നത് മോള്? പപ്പ എന്നാ വിളിക്കുന്നത്. അപ്പൊ പപ്പയുടെ കൂടെ മോളുള്ളത് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ പറയാനുണ്ടേ. ഓക്കെ, അപ്പം ശരിക്കും ഈ കേസ് ഇപ്പൊ ഉണ്ടായിട്ട് ഇപ്പൊ എത്ര കൊല്ലമായി? താങ്കൾ ഈ കേസിന്റെ പിന്നാലെ കുറെ കാലമായോ കൂടിയിട്ട്? ഞാൻ ഏതാണ്ട് 2021 തൊട്ടിട്ടാണ് ഈ ഏത് സാഹചര്യത്തിലാണ് ഈ നിമിഷപ്രിയയുടെ കേസിലേക്ക് താങ്കൾ വന്നത്? നിമിഷപ്രിയയുടെ കേസ് വരുന്നത്, നിമിഷപ്രിയ അറസ്റ്റിലാവുന്നത് 2017 ഈ ഇൻസിഡന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സനയിൽ, യമനിലെ സനയിൽ വെച്ച് അറസ്റ്റിലാവുന്നത്. അതിനുശേഷം ഏതാണ്ട് വിചാരണ നടക്കുന്ന സമയത്ത് 3 വർഷം നിമിഷപ്രിയയുടെ കേസ് പുറം ലോകം അറിഞ്ഞിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ വിശേഷിപ്പിക്കാറുള്ളത് ഒരു യുദ്ധത്തിന്റെ ഇര എന്നുള്ള നിലയ്ക്കാണ്. കാരണം ഈ കാലഘട്ടത്തിൽ അവിടെ ആഭ്യന്തര യുദ്ധം നടക്കുന്ന സമയമായിരുന്നു യമനിൽ. അതുകൊണ്ട് തന്നെ ആ സമയത്ത് കൃത്യമായി നിമിഷയ്ക്ക് ഒരു ലീഗൽ ഡിഫൻസ് കിട്ടിയിട്ടില്ല. അവിടെ ആവശ്യമായ നിയമസഹായം ലഭിക്കുകയോ, അവിടെ അറബിയാണ് ഔദ്യോഗിക ഭാഷ, നിമിഷയ്ക്ക് അറബി അറിയില്ല. അപ്പോൾ ഈ പലതരത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രേഖകൾക്കകത്ത് നിമിഷ ഒപ്പുവെക്കാൻ ഇടയുണ്ടാവുന്നു. കുറ്റസമ്മതമൊഴി ഉൾപ്പെടെയുള്ള രേഖകൾക്കകത്ത് ഒപ്പുവെക്കുന്നു. അങ്ങനെ ആവശ്യമായ ലീഗൽ ഡിഫൻസ് കിട്ടാതെ നിമിഷയെ വിചാരണ ചെയ്യപ്പെടുകയും വിചാരണ കോടതി 2020 നിമിഷയ്ക്ക് വധശിക്ഷ വിധിക്കുന്നത്. ആ വധശിക്ഷ വിധിക്കുന്ന സമയത്ത് ആ വാർത്തയാണ് പുറം ലോകം അറിയാൻ വേണ്ടി ഇടയാക്കുന്നത്. ആ വാർത്ത ചില മലയാള മാധ്യമങ്ങളിൽ വരികയും അതുവഴിയാണ് ഞങ്ങൾ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ എന്ന് പറയുന്ന
പറയുന്ന ഈ സംഘടന രൂപീകരിക്കുന്നത്. ഇതിനകത്ത് വിവിധ ജനപ്രതിനിധികളുണ്ട്. ലോക കേരള സഭാംഗങ്ങളാണ് ഇതിനകത്ത് കാര്യമായി മുൻകൈ എടുത്തത്. അങ്ങനെ 2020 തൊട്ട് തുടങ്ങിയ നിയമ പോരാട്ടമാണിത്. അന്ന് 2020 വിചാരണ കോടതി ശിക്ഷിക്കുന്ന സമയത്ത് പിന്നീട് ഫസ്റ്റ് അപ്പലേറ്റ് കോടതി, നമ്മുടെ ഹൈക്കോടതി പോലെ അവിടുത്തെ അപ്പീൽ കോടതി മുമ്പാകെ അപ്പീൽ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തുകയും അതിനെ തുടർന്ന് ഇന്ത്യൻ ഗവൺമെന്റ് എംബസി വഴി ഒരു കൗൺസിലിനെ, ഒരു അഭിഭാഷകനെ വെക്കുകയും തുടർന്ന് അപ്പീൽ നൽകുകയും ചെയ്തു. വിചാരണ കോടതി വിധിക്കകത്ത് നിമിഷപ്രിയയ്ക്ക് ബ്ലഡ് മണി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധേയയാക്കുക എന്നുള്ള വിധിയാണ് വിചാരണ കോടതി 2020 നൽകിയത്. തുടർന്ന് നൽകിയ അപ്പീലിനകത്ത് ഈ വിചാരണ കോടതി വിധി ശരിവെക്കുന്ന സമയത്ത് തന്നെ നിമിഷപ്രിയയ്ക്ക് ബ്ലഡ് മണി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, ഭാഗികമായി നിമിഷപ്രിയയുടെ അപ്പീൽ അംഗീകരിച്ചുകൊണ്ട് ബ്ലഡ് മണി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തുറന്നു നൽകിയത് അപ്പീൽ കോടതിയാണ്. ഈ അപ്പീൽ കോടതി വിധി വന്നതിന് ശേഷമാണ് ഞങ്ങൾ ബ്ലഡ് മണി എന്ന് വിധി ഇപ്പോഴും സജീവമാണ്. ആ വിധി ഇപ്പോഴും സജീവമാണ്. ഇതിനുശേഷം 2022 എപ്പോഴെങ്കിലും നിമിഷപ്രിയ കണ്ടോ നേരിട്ട്? ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. എനിക്ക് ഒരിക്കലും നേരിട്ട് കാണാനുള്ള അവസരം കിട്ടിയില്ല. പക്ഷെ നിരന്തരമായി നിമിഷപ്രിയയുമായി കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, സംസാരിക്കുന്നുണ്ട്. ജയിലിൽ നിന്ന് സംസാരിക്കാൻ നിമിഷപ്രിയ സാഹചര്യമുണ്ട്. ഈ താങ്കൾ ശരിക്കും നാട്ടിൽ നിന്ന് നേരെ ഖത്തറിലേക്കാണോ പോയത്? കല്യാണത്തിന് ശേഷമാണോ ഖത്തറിലേക്ക് പോയത്? അതിന് മുമ്പേ ഖത്തറിലായിരുന്നോ? ഞാൻ നേരത്തെ ഖത്തറിലായിരുന്നു. പിന്നീട് കല്യാണം കഴിഞ്ഞ് 6-7 മാസം കഴിഞ്ഞപ്പോൾ യമനിലേക്ക് പോയത്. ഏത് സാഹചര്യത്തിൽ നിങ്ങൾ ജോലി അന്വേഷിച്ച് യമനിലേക്ക് പോയതാണോ? കാര്യം യമനിൽ എപ്പോഴും ഈ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യമാണല്ലോ. അല്ല, ആഭ്യന്തര യുദ്ധം അന്നൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇല്ലായിരുന്നു. ഓക്കെ, താങ്കളുടെ ചിലപ്പോൾ പൂർണ്ണമായിട്ടും ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് വൈഫ് അവിടെ യമനിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നാട്ടിൽ വന്ന് പിന്നെ കല്യാണം കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ അമ്മയ്ക്ക് ഇത്തിരി സുഖമില്ലാതെ വന്ന സമയത്ത് കുറച്ച് നാൾ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. പിന്നീട് പോകാൻ നേരത്ത് അങ്ങനെ രണ്ടുപേരും കൂടെ തീരുമാനിച്ചു കുറച്ച് നാളത്തേക്ക് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. എന്ന് പറഞ്ഞാൽ ഒരു 5 ഇയർ, നേരത്തെ 3 വർഷം വൈഫ് ഉണ്ടായിരുന്നു. അപ്പം വേറെ രാജ്യത്തേക്ക് വല്ലതും പോകാം എന്നും പറഞ്ഞ് പോയതാണ്. അവിടെ ചെന്നതിന് ശേഷം ഒരു ലൈഫ്, കുഞ്ഞുവാവ, അങ്ങനെയൊക്കെ ഉദ്ദേശിച്ച് പോയതാണ്. അതിനുശേഷം ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ വേറൊരു ചെറിയൊരു ഹോസ്പിറ്റൽ തുടങ്ങാനുള്ള കടമൊക്കെ മേടിച്ചൊരു അങ്ങോട്ട് പോയി. ഞാൻ അതിലേക്ക് വരാം. ശരിക്കും യഥാർത്ഥത്തിൽ ഇപ്പം നിമിഷപ്രിയ ഇങ്ങനെ ഒരു വധശിക്ഷയുമായി ബന്ധപ്പെട്ട് MLA ഒരു ജയിലിൽ കഴിയുന്നു എന്ന കാര്യം മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ വളരെ അപൂർവ ആൾക്കാർക്ക് എന്താണ് ഇതിൽ സംഭവിച്ചതെന്ന് അറിയാൻ പറ്റും. അഭിഭാഷകന്റെ അഭിപ്രായത്തിൽ എന്താണ് ശരിക്കും ഇവരുടെ പേരിലുള്ള ഏറ്റവും വലിയ കുറ്റം? അത് ഏത് സാഹചര്യത്തിലുണ്ടായി? സത്യത്തിൽ നിമിഷ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി കേരളക്കര എന്ന് പറയുന്നത്, മലയാളികൾ എന്ന് പറയുന്നത് പ്രവാസത്തിന്റെ ഒരു വലിയ വിഭാഗമുള്ള ആളുകളാണ്. മലയാളികൾ ഈ പ്രവാസത്തിന്റെ നിരവധിയായ വെല്ലുവിളികൾ എല്ലാ കാലഘട്ടത്തിലും അനുഭവിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോഴും കഫാല പോലെയുള്ള ഈ പറയുന്ന അടിമ സമ്പ്രദായം, അത്തരം വിസ സാഹചര്യം നിൽക്കുന്നുണ്ട്. അതുപോലെയുള്ള ഒരു സാഹചര്യത്തിനകത്ത് ഇപ്പോൾ നേരത്തെ നിമിഷയുടെ ഭർത്താവ് സൂചിപ്പിച്ചതുപോലെ ടോമിയും മകളും കൂടി തിരിച്ചു വന്നതിന് ശേഷം ഇവരവിടെ ഒരു ആശുപത്രി ആരംഭിക്കുന്നു. യമനിൽ ഒരു ആശുപത്രി, ഒരു ക്ലിനിക് ആരംഭിക്കുന്നു. ആശുപത്രിയിൽ ഒരു ക്ലിനിക് ആരംഭിക്കുന്നു. നിമിഷപ്രിയ അവരുടെ ട്രെയിൻഡ് നേഴ്സ് എന്നുള്ള ഒരു പിന്നെ പ്രൊഫഷണലി നേഴ്സായ നിമിഷപ്രിയ അങ്ങനെ ഒരു ക്ലിനിക് ആരംഭിക്കുന്നു. അതിന് പിന്നെ ആവശ്യമായ സഹായവും മറ്റു കാര്യങ്ങളൊക്കെ ഈ വിക്ടിമിന്റെ ഭാഗത്തുനിന്ന് പിന്നെ ഉണ്ടാകുന്നു. ടോമിയും മകളും കൂടി തിരിച്ചു വരുന്ന സാഹചര്യത്തിൽ നിമിഷപ്രിയ അവിടെ ഒറ്റപ്പെട്ടു പോവുകയാണ്. പിന്നീടുണ്ടായ പലതരത്തിലുള്ള പീഡനങ്ങൾ, അത് സാമ്പത്തികമായിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷനും ശാരീരികമായിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷനും ഉൾപ്പെടെയുള്ള വിവിധ തരത്തിലുള്ള പീഡനങ്ങൾ സഹിക്കവയ്യാതെ എങ്ങനെയെങ്കിലും പാസ്പോർട്ട് ഇദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇയാളുമായിട്ടൊരു ബന്ധം വരാൻ കാരണം എന്താണ്? ഈ കൊല ചെയ്യപ്പെട്ട ആളുണ്ടല്ലോ, ഈ അബ്ദുൽ മഹദി എന്ന് പറയുന്നത്, അയാളും ഇവരുമായിട്ട് നേരത്തെ സൗഹൃദമുണ്ടോ? നേരത്തെ ബന്ധമുള്ള സൗഹൃദമുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടി പാർട്ട്ണർഷിപ്പിൽ, അദ്ദേഹത്തിന്റെ കൂടി സ്പോൺസർഷിപ്പിലാണ് പിന്നെ നമുക്കുള്ള വിവരങ്ങൾ പ്രകാരം അദ്ദേഹത്തിന്റെ കൂടി പിന്നെ പാർട്ട്ണർഷിപ്പോട് കൂടിയാണ് ഇത് തുടങ്ങുന്നത്, ഇവര് ആരംഭിക്കുന്നത്. കാരണം പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികം എന്നുള്ളതിനേക്കാൾ ഉപരിയായി അദ്ദേഹത്തിന്റെ സ്പോൺസർഷിപ്പ് എന്നുള്ള പിന്നെ ഒരു സഹായമാണ് ഇവർക്ക് ആവശ്യം വേണ്ടി വരുന്നത്. ഇവർ അതിനകത്ത് പിന്നെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു ക്ലിനിക് ആരംഭിക്കുന്നു. അതിൽ ഈ അവിടുത്തെ ആഭ്യന്തര യുദ്ധം രൂക്ഷമാകുന്ന സമയത്ത് ആണ് ഇവർ തിരിച്ചു വരുന്നത്. തിരിച്ച് ടോമിക്കും മകൾക്കും തിരിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. നിമിഷം അവിടെ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യം. ആ സമയത്ത് സാമ്പത്തികമായുള്ള എക്സ്പ്ലോയിറ്റേഷനും മറ്റൊക്കെ വരുന്ന സമയത്ത്, സാമ്പത്തികം ഉൾപ്പെടെയുള്ള എക്സ്പ്ലോയിറ്റേഷൻസ് വരുന്ന സമയത്ത് നിമിഷ രക്ഷപ്പെടാൻ വേണ്ടി ചില ആളുകൾ നിമിഷയ്ക്ക് പിന്നെ നിർദ്ദേശം കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു അഡ്വൈസ് കൊടുക്കുന്നതാണ്, നിങ്ങൾ എങ്ങനെയെങ്കിലും പാസ്പോർട്ട് കരസ്ഥമാക്കി പിന്നെ അവിടുന്ന് രക്ഷപ്പെട്ടു. അപ്പൊ ഈ കാര്യം നേരത്തെ അമ്മയോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഇയാൾ വല്ലാതെ പീഡിപ്പിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞിരുന്നോ? നിമിഷ പറഞ്ഞിരുന്നോ? പക്ഷെ അന്നേരം അവൾക്ക് വിളിക്കാൻ പറ്റൂലായിരുന്നു. ഓക്കെ, അല്ല അപ്പോഴൊന്നും അമ്മയോട് ബന്ധപ്പെടുന്നില്ലായിരുന്നു അല്ലേ? ഇല്ല. ടോമിയോട് പറയുമായിരുന്നു. ടോമി എന്നോട് ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്, മുഴുവനും പറഞ്ഞിട്ടില്ല. ഇത്രയും അപകടം പിടിച്ചാണെന്ന് അമ്മയ്ക്ക് അറിയില്ലായിരുന്നു അല്ലേ? ഈ പാസ്പോർട്ട് ഇയാളുടെ കയ്യിലാണെന്നും അത് എടുത്ത് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല എന്നുള്ള അങ്ങനെയുള്ള കാര്യം അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഈ പറയുന്ന ഈ തലാൽ എന്ന് പറഞ്ഞ കക്ഷിയെ നേരത്തെ താങ്കൾക്ക് അറിയാമായിരുന്നു, ടോമിക്ക് അറിയാമായിരുന്നു. അയാൾ എങ്ങനെ ഒരു സ്വഭാവക്കാരനായിരുന്നു?
അത് കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ ആദ്യം ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് അഡ്വക്കേറ്റ് സാറിനോട് ചോദിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി വ്യക്തത എനിക്കറിയാം. അവിടെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നവരാണ് ഇവർ. അവരെല്ലാം മിക്ക ദിവസങ്ങളിലും ഈ പറഞ്ഞ തലാലിനും ഭാര്യയും കുഞ്ഞുങ്ങളും ചേട്ടനും ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ എൻ്റെ വൈഫ് ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഞാനും മിഷേലും നിൽക്കണ ആ ഹോസ്പിറ്റലിൽ ജോലിക്ക് പേഷ്യൻ്റായിട്ട് അവർ വരാറുണ്ടായിരുന്നു. അങ്ങനെ പല നാളുകളിലായിട്ടുള്ള വരവും പിന്നെ ഞങ്ങൾ പോരുന്ന നേരത്തൊക്കെ ഡ്രസ്സുകൾ മേടിച്ചും ബാഗ് മേടിച്ചും ഒക്കെ ഇവരെ ഒരു 300 മീറ്ററിൻ്റെ അകലേ ഉള്ളൂ. അപ്പോൾ ആ വീട് അല്ലേ? വീടല്ല, വീട് കുറച്ചുകൂടെ മാറും. ഒരു കടയുണ്ടായിരുന്നവർക്ക്. അപ്പം അങ്ങനെയുള്ള വീടും അതിൻ്റെ കുറച്ച് അപ്പുറയാണ്. ഞാൻ വീട് കണ്ടിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടുള്ളൂ മാത്രമേ ഉള്ളൂ. പക്ഷേ അങ്ങനെ ഇരുന്നിട്ട് ഞങ്ങളുടെ അടുത്ത് ഹോസ്പിറ്റലിൽ വരുന്ന ആ ഒരു ബന്ധം പല സമയത്തും വരുന്ന സംസാരിക്കുന്ന ആ രീതിയിലുള്ള കൊച്ചു നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല തോന്നുന്നു. ഞങ്ങൾക്കൊരു അവിടെ എന്തായാലും സ്പോൺസർ വേണം, ഇന്ത്യക്കാർക്ക് കിട്ടില്ല. അപ്പോൾ ഒരു സ്പോൺസർ വലിയ കുഴപ്പമില്ലാന്ന് തോന്നിയിട്ട് റിക്വസ്റ്റ് ചെയ്തതാണ്. അപ്പം നിങ്ങൾ നന്നായി കണ്ടാൽ മതി, ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഓൾറെഡി ലൈസൻസ് ഞങ്ങൾ പൈസ എല്ലാം കൊടുക്കുന്ന ഞങ്ങളാണ്. ഞങ്ങൾ പാർട്ണർഷിപ്പ് ഇന്നവരെ ആരെയും വെച്ചിട്ടില്ല അവിടെ. പിന്നെ അങ്ങനെ അതിനുശേഷം ഇവർക്ക് അങ്ങനെ ഞങ്ങളൊരു ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് കേരളമൊക്കെ ചുറ്റി കറങ്ങി കാണണമെന്നൊരു ആഗ്രഹം. അങ്ങനെ പാസ്പോർട്ടൊക്കെ എടുത്തു. ഞാനാണ് എൻ്റെ പൈസ എല്ലാം മുടക്കിയത്. ഇവിടെ നാട്ടിൽ വന്ന് ഒരു മാസം ഇവിടെ വന്നു. യെസ്, ഒരു മാസം വന്ന് കറങ്ങി പിറക്കി ഞാൻ എല്ലാ സ്ഥലത്തോടും കൊണ്ടുപോയി. ഞാൻ കൊച്ചും വൈഫും ഒക്കെ ആയിട്ട് ഞങ്ങൾ കറങ്ങിയിട്ട് അതിനുശേഷം ഇവർ തിരിച്ചു പോകുന്നത് ചോദിക്കുന്ന കാരണം വെച്ചാൽ ഞാൻ സാധാരണക്കാരനാണ്. ചിലരൊക്കെ കമൻറ്റുകൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ സാധാരണക്കാരനാണ്. പക്ഷേ എങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിക്കുള്ളൊരു കാര്യങ്ങൾ നടത്താൻ പറ്റുന്ന ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതിനുള്ള ധൈര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കടങ്ങളൊക്കെ വാങ്ങി, ഒരുപാട് ലക്ഷങ്ങൾ കടം വാങ്ങിയിട്ടുണ്ട്. 2015 ഇന്നേരം കൊടുത്തിട്ടില്ല. അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളൊരു നല്ല നിലയിലേക്ക് എത്തിയ ശേഷം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാം. അങ്ങനെയൊക്കെ മനസ്സിലുണ്ട് ആഗ്രഹങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ തീരുമാനിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്ന പൈസയും കുറച്ച് തികയാതെ വന്നപ്പോൾ ആ പൈസയും കൂടെ തികഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാനും കൊച്ചും അങ്ങോട്ട് പോകാം. ഒന്നിച്ച് പോകാൻ പൈസ ആയിട്ടില്ല. അന്ന് അക്കൗണ്ടൊന്നും അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പൈസ ഉണ്ടാക്കി ഞാനും കൊച്ചും കൂടെ ചെല്ലാം. അപ്പം വൈഫും മറ്റേ ഈ തലാലും വേറൊരു പെങ്കൊച്ചും കൂടിയാണ് അവരന്ന് അങ്ങോട്ട് പോയതിന് ശേഷം ഞാൻ എത്രയും പെട്ടെന്ന് പണം ഉണ്ടാകുന്നു, വിസ അടിക്കുന്നു, ഞങ്ങളങ്ങ് പോകുന്നു. ആ ഒരു തീരുമാനമാണ് ഞങ്ങൾ തമ്മിൽ എടുത്തിരുന്നത്. പക്ഷേ ഇവിടുന്ന് പോയതിന് ശേഷം അന്നെന്ന് പറഞ്ഞ് ഈ കൊച്ചിനെ കൊണ്ട് ഈ സാധനങ്ങളെല്ലാം വാങ്ങാൻ പോകുമ്പോൾ എപ്പോഴും കൊണ്ടുപോകണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ തന്നെ വരുമ്പോൾ കൊണ്ടുവന്നോളാന്ന് പറഞ്ഞത്. പിന്നെ അവിടെ ചെന്നതിന് ശേഷം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കുറച്ചുകൂടെ തികയാണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പൈസ ഞാൻ റെഡിയാക്കി ഒരു മാസം കൊണ്ട് പൈസ ഉണ്ടാക്കി അയച്ചു കൊടുത്ത് ഇന്ന് പൈസ അയച്ചെങ്കിൽ ഇന്നലെ അവിടെ യുദ്ധം തുടങ്ങി. അപ്പോൾ എന്നോട് പറഞ്ഞു പാപ്പ അവിടെ ഭയങ്കര യുദ്ധം തുടങ്ങിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എവിടെയൊന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞപ്പോൾ അല്ല, ഭയങ്കര യുദ്ധമാണ്, അതുകൊണ്ട് ഒന്നും അല്ലാത്തൊരു അവസ്ഥയിലാപ്പോന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അപ്പം വിസ അടിച്ച് പെട്ടെന്ന് തന്നെ വിസ ഞാൻ അഡീഷണൽ $800 കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അഡീഷണൽ പറഞ്ഞുകൊണ്ടാണ് ഇത് പറയാൻ കാരണം എനിക്കും കൊച്ചിനും പോകാൻ പറ്റാതെ വന്നു. പിന്നെ കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യ മൊത്തം ഇവിടുന്ന് ആരെയും അങ്ങോട്ട് വിടുന്നില്ല. അവിടെയുള്ള അറിയുന്ന ആളുകളെല്ലാം കയറി പോരുന്നു. 1 മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞു ഞങ്ങൾ പിടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നാളും കൂടെ കഴിഞ്ഞപ്പോഴത്തേ അതിൻ്റെ അളവ് കുറഞ്ഞു. പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വൺ ടൈമിലൊക്കെ നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ എടുക്കുന്നത് തലാൽ അബ്ദുൽ മബ്ദിയാണ്. നോ പ്രോബ്ലം, കാരണം വെച്ചാൽ അവിടെയാണ് വെച്ചതായിരിക്കും, അല്ലെങ്കിൽ അവിടെ ഉണ്ടെങ്കിൽ പോലും. ഞങ്ങൾ തലാലിൻ്റെ പേരിലാണ് ലൈസൻസ് എടുക്കാനിരുന്നിരുന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ പഴയ ഹോസ്പിറ്റലിൻ്റെ ഓണർ ഞങ്ങൾ ഈ ഹോസ്പിറ്റൽ തുടങ്ങുമെന്ന് അറിഞ്ഞപ്പം ഇവിടുത്തെ പേഷ്യൻ്റ് മുഴുവൻ ഇങ്ങോട്ട് പോരുമെന്ന് അറിയാവുന്നതുകൊണ്ട് അയാൾ പ്രശ്നം ഉണ്ടാക്കി. ഇതൊക്കെയാണ് നാച്ചുറലുള്ള കഥകളാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് 1 മാസം കൊണ്ട് ലേറ്റായിട്ട് അവിടെ ഹോസ്പിറ്റൽ തുടങ്ങാൻ സാധിച്ചുള്ളൂ. അവസാനം വന്നപ്പോൾ അയാൾ ഒരു ഷെയർ കൂട്ടണമെന്ന് പറഞ്ഞു. അയാൾ കുറച്ച് പൈസ മുടക്കി ഷെയർ ഇടുന്നു. എത്ര രൂപ മുടക്കുന്നു ആ പൈസയുടെ ഷെയർ അയാൾ എടുത്തുകൊണ്ട് പോകുന്ന ലാഭം ഞങ്ങളുടെ ഒന്നും കൊണ്ടാകാറില്ല. അങ്ങനെ പഴയ ഹോസ്പിറ്റൽ ഓണർ അബ്ദുൽ ലത്തീഫ് എന്ന് പറയും. തലാൽ എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേരിലാണ് ലൈസൻസ് എടുക്കാൻ ഇരുന്നതെങ്കിൽ പറഞ്ഞത് എല്ലാം റെഡിയായത് വന്നെങ്കിലും അവസാന ഘട്ടത്തിൽ പഴയ ഹോസ്പിറ്റലിലെ ഓണർ ശ്രദ്ധിച്ച് കേൾക്കുക, ഓണർ ഈ പ്രശ്നം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ നമുക്ക് ഹോസ്പിറ്റൽ തുടങ്ങിയാലേ നാട്ടുകാരോട് മേടിച്ച് പൈസ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അയാൾ അതിൻ്റെ അടുത്ത് ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. 2 പേരും കൂടെ എഗ്രിമെൻ്റ് എഴുതാൻ വേണ്ടിയിട്ട് കൂട്ടപ്പം തലാൽ അബ്ദുൽ മബ്ദി എന്ന് പറഞ്ഞ ആൾ ഈ എഗ്രിമെൻ്റ് എഴുതാൻ കൊടുത്തു വിട്ടപ്പം അവൻ്റെ പേരും കൂടെ അങ്ങ് എഴുതി വെച്ചു. അപ്പം എല്ലാവരും ഷെയറുകാരായി എൻ്റെ പൈസയ്ക്ക്. ഇതാണ് എനിക്ക് അവസാനം 33 വന്നപ്പോൾ എനിക്ക് 1% കിട്ടി ഞാൻ മുടക്കിയ പൈസയ്ക്ക്. താങ്കളുടെ പൈസയിൽ അവർ ഷെയർ ഹോൾഡറായി അല്ലേ? പഴയ ഹോസ്പിറ്റലിലെ ഓണർ അതിനകത്തതല്ല, അയാൾ പൈസ മുടക്കിയത് എത്രയാണോ അതിൻ്റെ ഇതുകൊണ്ടാണ് പോണേ. നമ്മുടെ ഒരു വിശ്വാസമാണ്. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ നമുക്ക് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഒരു വണ്ടിയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടായിട്ട് സെൻ ഒരു കാറ് മേടിച്ചായിരുന്നു. ആ കാറൊക്കെ ഉപയോഗിക്കുമ്പോൾ എനിക്ക് ചെല്ലാൻ പറ്റാത്തതുകൊണ്ട് അവനത് അവിടെ ഓടിക്കുന്നില്ല. ഞങ്ങളൊരു 5-6 മാസത്തേക്ക് നടത്തണമെന്ന് പറഞ്ഞൊക്കെ ഇരുന്നു അവനെ, ഈ തലാലിനെ. കാരണം ഞങ്ങളുടെ ഹോസ്പിറ്റലിലായിരുന്നു. കാരണം ഹെൽത്തുകാരൊക്കെ ഒന്ന് ചോദിക്കുമ്പോൾ ഒരു നാഥൻ ആ ഫസ്റ്റ് ടൈമിൽ ഞങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് കുറവല്ലേ, അപ്പോൾ ആ ഒരു ലെവലിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നല്ല സ്വഭാവത്തോടു കൂടിയൊക്കെയാണ് ഇവിടെ നാട്ടിൽ വന്നു പോയതും പിടിച്ചൊക്കെ. പിന്നീട് ഞങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചത് ആ 2015 ആ യുദ്ധമാണ്. അങ്ങനെ ഒരു യുദ്ധം വന്നില്ല എങ്കിൽ ഞാനും എൻ്റെ കൊച്ചും ഇങ്ങനെ സംഭവിക്കില്ല. ഞങ്ങളെ ഇല്ലാതെ വരികയും എല്ലാ ഇന്ത്യക്കാരും നാട്ടിലേക്ക് കയറി പോവുകയും
അതോടൊപ്പം തന്നെ ഇന്ത്യക്കാരെ ആരെയും അങ്ങോട്ട് വിടുന്നു ഇല്ലാത്തതിൻ്റെ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പം ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ വരുമാനവും മറ്റുള്ള കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു സംഭവമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഞങ്ങൾ കുറേ കഥകളൊക്കെ കേട്ടായിരുന്നു. ആദ്യമായിട്ട് ഞാൻ കേട്ടത് ഏഷ്യാനെറ്റ് ന്യൂസിലാണ്. ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നപ്പം എന്നോട് പറഞ്ഞേക്കുന്ന കഥകളിൽ എൻ്റെ അതൊക്കെ ഒരുപാടുണ്ട്. ഞാൻ അതിനെപ്പറ്റി ഇന്ന് കിടക്കുന്നില്ല, കാരണം ഇന്നിപ്പോൾ എനിക്കതല്ല എൻ്റെ കാര്യം. കാരണം ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ എനിക്ക് ഇഷ്ടംപടിയുണ്ട്. പക്ഷേ എന്നോടൊന്നും ആരും ഒന്നും അധികം ചോദിക്കാറില്ല, എൻ്റെ അടുത്തേക്ക് ആരും വരാറില്ല, എന്നോട് ചോദിക്കാറില്ല. കാരണം ഞാൻ എൻ്റെ ലേബൽ പോലും അവിടെ ഇല്ല. ഭാര്യ എൻ്റെ ടോമിയുടെ ഭാര്യ പറയുന്നില്ല, അത് തലാലിൻ്റെയാണ്. സ്വത്തിൻ്റെ ഉടമസ്ഥൻ ഹോസ്പിറ്റലിൻ്റെ ഓണർ അവനാണ്, തലാലിൻ്റെ പേരിലാണ് ഹോസ്പിറ്റൽ. അപ്പം ഞാൻ ആരാന്ന് ഞാനിങ്ങനെ ചോദിക്കുന്നു. ഞാൻ ആരാ എനിക്കറിയത്തില്ല, അതാണൊരു കഥ. ഇതാരാ അറിയില്ല. അപ്പോൾ ഒന്നും അറിയില്ല. കാരണം മാധ്യമങ്ങളിലെല്ലാം വന്ന വാർത്തകൾ കാരണം ഞങ്ങളുടെ ബന്ധുക്കാർ, സ്വന്തക്കാർ, വീട്ടുകാരെല്ലാം വളരെ ഇതായിട്ട് നിൽക്കുന്നത്. ഞാൻ ഒറ്റയാൾ പട്ടാളത്തിലാണ് ഇന്നും ജീവിക്കുന്നത്. ഇതൊക്കെ എനിക്കൊരു മുതലാണ്, ഈ കൊച്ച് അമ്മ. ഞാൻ വേറെ ആരെയും ഒന്നും ഈ കേസുമായിട്ടും നിമിഷയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് വീട്ടുകാരും സ്വന്തക്കാരെയും ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥയും വല്ലാത്തൊരവസ്ഥയാണ് അല്ലേ? ഈ തലാലാണ് ഭർത്താവ് എന്നുള്ളതിൽ പ്രചരിപ്പിക്കപ്പെട്ടു അല്ലേ? നിങ്ങളുടെ ഈ കേസിന്റെ പശ്ചാത്തലം നോക്കുന്ന സമയത്ത് ഇയാൾക്ക് ഇവരെ കല്യാണം കഴിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു? അല്ല, തലാല് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അദ്ദേഹം ഇവിടെ കേരളത്തിൽ വന്നപ്പോൾ, ഈ നേരത്തെ ടോമി പറഞ്ഞ പ്രകാരം കേരളത്തിൽ വന്ന് തിരിച്ചു പോകുന്ന സമയത്ത്, ഞാൻ നിമിഷയോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് മനസ്സിലാക്കിയിട്ടുള്ള വസ്തുതയാണ്, ഇവരുടെ വിവാഹ ഫോട്ടോ അദ്ദേഹം എടുത്തുകൊണ്ട് പോവുകയും ടോമിയുടെയും പിന്നെ നിമിഷയുടെയും വിവാഹ ഫോട്ടോ പടം എടുത്തുകൊണ്ട് പോയി. ആ പടം എടുത്തുകൊണ്ട് പോയി അവിടെ പോയി അദ്ദേഹം അത് മോർഫ് ചെയ്ത് അദ്ദേഹത്തിന്റെ ഫോട്ടോ ചേർത്തിട്ട് ഇവർ വിവാഹിതരാണ് എന്ന രീതിയിൽ അദ്ദേഹം പ്രചരിപ്പിക്കുകയും, പിന്നെ നിമിഷ ഭാര്യയൊക്കെ ഉള്ള ആള്, അദ്ദേഹം അവിടെ ഭാര്യയും കുട്ടികളൊക്കെ ഉള്ള, നിയമം അനുസരിച്ച് അയാൾക്ക് വേറെയും വിവാഹം കഴിക്കാം. അപ്പോൾ ഇവര് വ്യാജമായി സർട്ടിഫിക്കറ്റ് വരെ അദ്ദേഹം നിമിഷപ്രിയ ഡോട്ടർ ഓഫ് ഒരു മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുസ്ലിം പേരിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ വ്യാജമായി അദ്ദേഹത്തിന്റെ സ്വാധീനമൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കി, അത് വെച്ച് വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു വിവാഹം നടക്കുകയോ അത്തരത്തിലുള്ള യാതൊരു ചടങ്ങുകളോ അല്ലെങ്കിൽ വിവാഹമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യയാണെന്നും അതുകൊണ്ട് ഭാര്യയുടെ ഈ ക്ലിനിക്കിനകത്ത് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുള്ള അധികാരമുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്, അതിനുവേണ്ടിയുള്ള തെളിവുകൾ ഉണ്ടാക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അങ്ങനെയുള്ള ഇത്തരത്തിലുള്ള പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതിരിക്കുന്ന സമയത്താണ് അദ്ദേഹം യമൻ പൗരനാണ്. അദ്ദേഹം യമനിൽ ജനിച്ചു വളർന്ന യമൻ പൗരനാണ്. അപ്പൊ ഈ പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെ വരുന്ന സമയത്താണ് നിമിഷപ്രിയക്ക് ഇത്തരത്തിലുള്ള ഈ പാസ്പോർട്ട് എടുത്ത് രക്ഷപ്പെടാനുള്ള ഒരു അഡ്വൈസ് ലഭിക്കുന്നത്. അപ്പോൾ അതുപോലെ ഈ സ്വത്തുക്കളൊക്കെ അടിച്ചെടുക്കാനാണ് ശ്രമം നടത്തിയത്. ഇവർക്കൊരു കാർ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അതാണ് നേരത്തെ ടോമി പറഞ്ഞത്, കാർ ഉണ്ടായിരുന്നു. ഈ ക്ലിനിക്കിൽ നിന്നുള്ള പൂർണ്ണമായിട്ടുള്ള വരുമാനം ക്ലിനിക്കിന്റെ രേഖകൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് അദ്ദേഹത്തിന്റെ പേര് കൂടി ഉൾപ്പെടുത്തി അദ്ദേഹത്തിനെ പിന്നെ അതിന്റെ ഒരു ഓണറായി മാറ്റുന്നു. ഈ നിമിഷപ്രിയോട് താങ്കൾ സംസാരിച്ചപ്പോഴേ ഈ അവിടുത്തെ മതാചാര പ്രകാരം ഇങ്ങനെ കല്യാണം നടത്താൻ അയാൾ ശ്രമിച്ചോ? അത്തരത്തിലുള്ള ശ്രമം നടക്കുകയോ അല്ലെങ്കിൽ കല്യാണം നടന്നതായിട്ടോ ഒരിക്കലും നിമിഷപ്രിയ എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ശ്രമവും നടന്നിട്ടില്ല, അത്തരത്തിലുള്ളതുമില്ല. പക്ഷെ ഇത്തരത്തിലുള്ള രേഖകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന ഈ ക്ലിനിക്കിന്റെ ഓണർഷിപ്പും ഈ ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇതാക്കാൻ വേണ്ടിയും ആ സമൂഹത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. സ്വാഭാവികമായിട്ടും യമൻ പോലെയുള്ള ഒരു സമൂഹത്തിനകത്ത് ഭാര്യയുടെ സ്വത്തിന് പൂർണ്ണമായും അവകാശം ഭർത്താവിനാണ് എന്നുള്ളത് കൊണ്ട് ഭാര്യയാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി അദ്ദേഹം ചില ഈ കാര്യത്തിൽ ഇപ്പൊ നിമിഷയ്ക്ക് ഇത്രയും രീതിയിലുള്ള പീഡനങ്ങൾ ഇയാൾ ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോ നിമിഷപ്രിയ അവിടെ എന്തെങ്കിലും പരാതി കൊടുത്തായിട്ട് താങ്കളോട് പറഞ്ഞിരുന്നു? നിമിഷപ്രിയ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ തലാലിനെ പലതവണ പോലീസ് ചോദ്യം ചെയ്യുകയും അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട്. തലാല് ചില ഘട്ടങ്ങളിൽ തലാല് അറസ്റ്റിലായി ജയിലിലായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ദീർഘകാലത്തേക്കല്ല, ചെറിയ ദിവസങ്ങളിൽ അതിൻ്റെ കൂടി വൈരാഗ്യം പിന്നീട് തലാലിന് നിമിഷയോട് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ജയിലിലാകുന്നു, പുറത്തിറങ്ങുന്ന സമയത്ത് വീണ്ടും പീഡനങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ള സാഹചര്യം വരുമ്പോഴാണ് പിന്നീട് ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് പോകും. അമ്മ അവസാനം എന്നാ സംസാരിച്ചത് നിമിഷയോട്? ഒരു 1.5 മാസം മുമ്പ്. എന്താ അന്ന് നിമിഷ പറഞ്ഞത്? എന്നാണ് മമ്മിക്ക് വരാൻ കഴിയണത്, എന്താണ് അവിടെ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നത്, അമ്മയ്ക്ക് വരാനുള്ള പേപ്പറുകളൊക്കെ ശരിയാക്കുന്നുണ്ടോ, ആരെങ്കിലും ഫോൺ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ. ഇത്തിരി നേരം മാത്രം. ഓക്കെ, അങ്ങോട്ടുള്ള യാത്ര പ്രയാസമാണെന്ന് നമുക്കറിയാം അല്ലേ? അതായിരിക്കും നിമിഷപ്രിയ ചോദിച്ചത് അല്ലേ? അമ്മയുടെ കൂടെ യാത്ര ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? തനിച്ചാണോ പോകുന്നത്? അല്ല, സാമുവൽ ചെറോ. ഓക്കെ. അദ്ദേഹത്തിന് അവിടെ എന്തോ പരിപാടികളൊക്കെ. അദ്ദേഹം 10-24 വർഷമായിട്ട് അവിടെ ഫിലിക്സ് എന്ന് പറയുന്ന ഒരു വിമാന കമ്പനിയുടെ സിഇഒന്റെ സ്റ്റാഫായി വർക്ക് ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ കുടുംബവും അവിടെ തന്നെയാണ്, തമിഴ്നാട് സ്വദേശിയാണ്. അപ്പോൾ ദീർഘകാലമായി അവിടെ തന്നെ ജോലി ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ അദ്ദേഹത്തിന് യമനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെന്റ് അനുമതി കൊടുക്കാറുണ്ട്.
അദ്ദേഹത്തിന്റെ കുടുംബം അവിടെയാണ് എന്നുള്ളത് കൊണ്ട് പിന്നെ യമനിലേക്ക് നേരിട്ട് പോകാൻ കഴിയില്ലല്ലോ ഇപ്പൊ. യമനിലേക്ക് 2016 തൊട്ടിട്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ യാത്രാ വിലക്കുന്നുണ്ട്. ഈ പറയുന്ന നേരത്തെ ടോമി എന്ന് പറയുന്ന ഫാദറിനെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം പിന്നീട് ഇന്ത്യക്കാർക്ക് യാത്രാ വിലക്ക് യമനിലേക്ക് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ കേസ് ഇത്രയും അമ്മയ്ക്ക് അവിടെ പോകുന്നതിന് കാലതാമസം ഉണ്ടായത്. നമ്മൾ നിയമ പോരാട്ടം നടത്തി ഡൽഹി ഹൈക്കോടതി. നിങ്ങളുടെ നിയമസഹായ വേദി രൂപീകരിച്ചതിന് ശേഷം നിങ്ങൾ ആരെങ്കിലും അവിടെ പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ യമനില്? ഇല്ല, ആർക്കും പോകാൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ അവിടെ ഉണ്ടായിരുന്ന സാമുവൽ ഇവിടുത്തെ ഗവൺമെന്റ് അനുവദിക്കുന്നില്ല, അവിടുത്തെ ഗവൺമെന്റ് അങ്ങനെ അനുവദിക്കാറുണ്ടോ ഇന്ത്യക്കാർക്ക് പ്രവേശനം? അല്ല, ഇപ്പൊ നമുക്ക് ഇവിടുന്ന് അനുമതി കിട്ടിയതിന് ശേഷം അവിടുന്ന് വിസ തന്നു. ആ വിസ അനുവദിച്ചത് യമൻ ഗവൺമെന്റ് തന്നെയാണ്. അപ്പൊ ഇവിടുന്നുള്ള യാത്രാ വിലക്കായിരുന്നു നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം. ഈ യാത്രയ്ക്ക് കുറെ കണ്ടീഷൻസ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ? യാത്രയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരാണ് നമ്മളെ കൊണ്ടുപോകാൻ, നേരത്തെ നമ്മൾ യാത്രാ അനുമതി ചോദിച്ചിരുന്നത് മകൾക്ക് ഉൾപ്പെടെയുള്ള മിഷേലിന് ഉൾപ്പെടെയുള്ള ആളുകളുടെ യാത്രാ അനുമതി ചോദിച്ചിരുന്നു. ഈ നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിന്റെ ഭാരവാഹികൾ അമ്മയോടൊപ്പം യാത്ര ചെയ്ത് അവിടെ പോയി ഈ പറയുന്ന നെഗോസിയേഷൻ പ്രോസസ്സിനകത്ത് പങ്കെടുക്കണം, അതിന് നേതൃത്വം നൽകണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ കോടതി പറഞ്ഞത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമ്മ പോകട്ടെ, അവിടുന്ന് പിന്നെ സഹായിക്കാൻ പറ്റാവുന്ന ആരുടെങ്കിലും കൂടെ പിന്നീട് അതിനുശേഷം പരിഗണിക്കാമെന്നുള്ളതാണ്. ഈ സമയത്ത് മോൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് മൈനറായ മോൾ ഉൾപ്പെടെയുള്ള. ക്രൈമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഉപോത്ബലകമായ ക്രൈം എന്തായിരുന്നു അങ്ങയുടെ അറിവിൽ? ഇപ്പോൾ കാര്യം കുറേ തവണ നിമിഷപ്രിയമായിട്ട് സംസാരിക്കാൻ പറ്റിയല്ലോ. സ്വാഭാവികമായും ഈ പാസ്പോർട്ട് എടുത്ത് രക്ഷപ്പെടണമെങ്കിൽ നിമിഷയ്ക്ക് പിന്നെ ഒരു ബലം പ്രയോഗിച്ചുകൊണ്ട് പാസ്പോർട്ട് എടുത്ത് രക്ഷപ്പെടാൻ സാധിക്കില്ല. അപ്പോൾ നിമിഷയ്ക്ക് ചെയ്യാൻ സാധിക്കുക, നിമിഷയ്ക്ക് ലഭിച്ച ഉപദേശവും, ചില ആളുകൾ നിമിഷയെ സഹായിക്കുന്ന ആളുകൾ അവർ ഉപദേശിച്ചത് സെഡേറ്റ് ചെയ്തിട്ട് ഇദ്ദേഹത്തെ മയക്കുമരുന്ന് എന്തെങ്കിലും കുത്തിവെച്ചുകൊണ്ട് പിന്നെ പാസ്പോർട്ട് എടുത്ത് മയക്കി കിടത്തി ആ സമയത്ത് പാസ്പോർട്ട് എടുത്ത് പിന്നെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ശ്രമിക്കാൻ പറഞ്ഞത്. പക്ഷേ ഇദ്ദേഹം ഒരു ഡ്രഗ് അബ്യൂസറായിരുന്നു, നേരത്തെ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന ആളായിരുന്നു. അപ്പോൾ ചെറിയ തോതിലുള്ള മയക്കുമരുന്ന് കുത്തിവെച്ചപ്പോൾ അതിന് എഫക്റ്റ് ഉണ്ടായില്ലാത്ത സാഹചര്യത്തിൽ വീണ്ടും മയക്കുമരുന്ന് കുത്തിവെക്കുകയും അത് ഓവർഡോസായി മാറി ഒരു അപകടം ഉണ്ടാകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതൊരു പിന്നെ ബോധപൂർവമായി അദ്ദേഹത്തെ കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്തതല്ല, മയക്കി തൻ്റെ പാസ്പോർട്ട് എടുത്ത് രക്ഷപ്പെടുക എന്നുള്ള സാഹചര്യം അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് മരുന്ന് ഓവർഡോസായി അദ്ദേഹം കൊല്ലപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതേ തുടർന്ന് നിമിഷ അവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയും പിന്നീട് ആഴ്ചകൾക്ക് ശേഷമാണ് നിമിഷ യമന്റെ മറ്റൊരു പ്രദേശത്ത് വെച്ച് അറസ്റ്റിലാവുന്നത്. അല്ല, ഏതെങ്കിലും പരാതി വന്നിട്ടാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്, അതോ പോലീസ് ചെക്കിങ്ങിൽ കാണാൻ പിടിക്കപ്പെട്ടതാണോ? അതിന്റെ സ്വാഭാവികമായിട്ടും എങ്ങനെ ഈ കേസ് വന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കറിയില്ല. നിമിഷ അവിടുന്ന് പാസ്പോർട്ട് അവരുടെ രേഖകൾ എടുത്ത് അവർ രക്ഷപ്പെട്ടു പോവുകയും ഒരു യമൻ അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് ആഴ്ചകൾക്ക് ശേഷം പിന്നീട് പിന്നെ യമന്റെ വേറൊരു പ്രദേശത്ത് വെച്ച് നിമിഷ അറസ്റ്റിലാകുന്ന സമയത്ത് അറിയാൻ സാധിക്കുന്നത് എന്താ വെച്ചാൽ ഈ തലാൽ മുഹമ്മദിന്റെ ബോഡി ഏതാണ്ട് 100-ലധികം കഷ്ണങ്ങളാക്കി മുറിച്ചു പിന്നെ വാട്ടർ ടാങ്കിൽ ഇട്ടു എന്നുള്ള ഒരു ആരോപണമാണ് വരുന്നത്. ആ കുറ്റം കൂടി നിമിഷയുടെ മുകളിൽ ചാർത്തപ്പെടുന്ന സാഹചര്യമാണ്. അത് യഥാർത്ഥത്തിൽ നിമിഷപ്രിയ ചെയ്തതല്ല, നിമിഷപ്രിയ അല്ല ആ കൃത്യം ചെയ്തത് എന്ന് അവർ തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഈ ഇത്തരത്തിലുള്ളൊരു അപകടം സംഭവിച്ചത് നിമിഷയുടെ കയ്യിലാണെന്ന് പറയുന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ ഈ ബോഡി മ്യൂട്ടിലേറ്റ് ചെയ്തത് നിമിഷയല്ല എന്ന് പറയുന്നു. പക്ഷേ ശരിയാ നിയമപ്രകാരം, ഇസ്ലാമിക നിയമപ്രകാരം ഒരു കൊലപാതകം നടത്തുന്നതിനേക്കാൾ മാരകമാണ് അല്ലെങ്കിൽ കൂടുതൽ ഗുരുതരമായ ശിക്ഷ കിട്ടേണ്ട കുറ്റകൃത്യമാണ് ഒരു മൃതശരീരം മ്യൂട്ടിലേറ്റ് ചെയ്യുക എന്നുള്ളത് കൊണ്ടാണ്, വെട്ടിമുറിക്കുക എന്നുള്ളത് കൊണ്ടാണ് നിമിഷയ്ക്ക് ഇത്തരത്തിൽ വധശിക്ഷ വരുന്നത്. ഒരു പക്ഷേ ഈ നിമിഷയോടൊപ്പം ഈ കൃത്യത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്ന ഹനാൻ എന്ന് പറയുന്ന യമൻ സ്വദേശിക്ക് ജീവപര്യന്തം ശിക്ഷ. അവരും ഈ നിമിഷയോടൊപ്പം നഴ്സായിരുന്നു. അതൊരു പ്ലാൻഡ് ആയിട്ടുള്ളൊരു മർഡർ ആയിരുന്നില്ല, അതൊരു അപകട മരണമായിരുന്നു. അത് നിമിഷ ശ്രമിച്ചത് ഈ പാസ്പോർട്ട് എടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് ഉണ്ടായ ഒരു അപകട മരണമായിരുന്നു. അത്തരത്തിലുള്ള ഒരു അപകട മരണമായ നിമിഷ ഉണ്ടായതിന്റെ ഭാഗമായിട്ടുള്ള കേസിൽ കൃത്യമായ ലീഗൽ ഡിഫൻസ് കിട്ടാതെ പിന്നെ സപ്പോർട്ട് കിട്ടാത്തത് കൊണ്ട് ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യമാണ് നിമിഷയ്ക്ക് ഉണ്ടായത്. അപ്പം അമ്മ ഇങ്ങനെ കോടതിയിൽ നിന്നൊക്കെ അനുവാദം വാങ്ങിച്ചിട്ടാണ് അമ്മ യമനിലെത്താൻ പോകുന്നത്. അപ്പോൾ യമനിലെത്തിയ അമ്മ എന്താ ചെയ്യുക? അമ്മയ്ക്ക് അറബി അറിയത്തില്ല, അവിടുത്തുകാർക്ക് ഈ നമ്മുടെ ഭാഷ മനസ്സിലാകത്തുമില്ല. അപ്പോൾ അമ്മ എങ്ങനെയായിരിക്കും ഡീൽ ചെയ്യാൻ പോകുന്നത്? ഈ പറഞ്ഞ ആ മനുഷ്യൻ്റെ ആ തമിഴ്നാട്ടുകാരൻ്റെ സഹായത്തോടെ ആയിരിക്കും അമ്മ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും സാമൂലിനോട് സംസാരിച്ചു അമ്മ? സാമൂൽ വീട്ടിൽ വന്നായിരുന്നു. എന്താ പറഞ്ഞത് സാമൂൽ അവിടുത്തെ സാഹചര്യത്തെ കുറിച്ച്? പക്ഷെ ഇതിന്റെ മുമ്പ് ഫോണിൽ കൂടി സംസാരിക്കാറുണ്ട്. സാമൂൽ യമനിലുണ്ടാവുമ്പോ നിമിഷയുടെ കാര്യങ്ങൾ സാമൂലിനോട് ഞാൻ ചോദിച്ചറിയാറുണ്ട്. അവളെ കാണാൻ പോകാനുള്ള ഒരു അനുമതി ഞാൻ സാമൂലിന് എഴുതി കൊടുത്തിട്ടുണ്ടായി. ജയിലിൽ പോയി കാണാൻ അവിടെ അനുമതി ഞാൻ കൊടുത്താലേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു അനുമതി ഞാൻ കൊടുത്തിട്ടുണ്ട്. സാറ് മോളെ പോയി കണ്ടിട്ട് മോളിൻ്റെ അടുത്ത് നിന്ന് എന്നെ വിളിച്ച് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവളുടെ കാര്യങ്ങൾ ഏകദേശം എങ്ങനെയാണ് പോകണമെന്നുള്ളത് സാറിന് പൂർണ്ണമായിട്ട് അറിയാം. അപ്പോൾ കാര്യങ്ങളെല്ലാം നടന്നു പോകും. അമ്മ അങ്ങോട്ട് വരണം എന്നുള്ളതാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. നിമിഷപ്രിയം പറഞ്ഞോ അത് അവിടെ എത്തണമെന്നുള്ളത്?
ആ, അമ്മ എന്നാ വരുന്നെന്ന് തന്നെ അവളും ചോദിക്കുന്നത്. അപ്പം അമ്മയുടെ മൂത്ത മകൾ എന്താ പറഞ്ഞത്? അവിടെ പോകണം തന്നെയാണോ? പക്ഷെ അവൾ ആദ്യം പറഞ്ഞു അമ്മ അവിടെ അവരുടെ റംസാൻ വൃദ്ധസമയത്ത് പോകുന്നതായിരിക്കും കുറച്ച് നല്ലതെന്നാണ് അവളുടെ അഭിപ്രായം. പക്ഷെ അതിന്റെ മുമ്പേ നമ്മളിവിടെ തീരുമാനം എടുത്തതാ. പക്ഷെ നമുക്ക് തടസ്സം മാത്രമായി, അത് കഴിഞ്ഞുപോയി, പോകാൻ പറ്റിയില്ല. ഇപ്പൊ വർഷങ്ങളായിട്ട് ഇങ്ങനെ അവള് ജയിലിൽ കിടക്കാൻ തുടങ്ങിയ ശേഷം തുടങ്ങി. അമ്മ ഇപ്പൊ നിമിഷപ്രിയ കണ്ടിപ്പോ എത്ര വർഷമായി? 12 വർഷം. 12 കൊല്ലമായി അല്ലേ? ഇപ്പൊ എത്ര വർഷം ജയിൽവാസം കഴിഞ്ഞു നിമിഷ? 2007 തൊട്ടിട്ടാണ്. അതിന് മുമ്പ് ആണ് കണ്ടതമ്മ. 7 കൊല്ലമായി ജയിലിലാണ്. മുമ്പ് കല്യാണം കഴിഞ്ഞ് പോയ പിന്നെ തന്നെ എനിക്ക് അവളെ കാണാൻ പറ്റിയില്ല. അതെന്തായിരുന്നു? ഇവര് രണ്ടുപേരും കൂടി പോയ ശേഷം നിമിഷ നാട്ടിൽ വന്നപ്പോ എനിക്ക് പാടില്ലാതിരുന്ന് ടോമിയുടെ വീട്ടിലേക്ക് എനിക്ക് പോകാൻ പറ്റിയില്ല. ഓക്കെ. അവളും അധികം ഇങ്ങോട്ട് വരാനായിട്ട് ലീവ് ഉണ്ടായില്ല. അവൾക്ക് ഒരു തിരക്ക് കാരണം അവൾ പോയി. ഓക്കെ. പാലക്കാടും തൊടുപുഴയൊക്കെ ആയിട്ട് ഇത്തിരി യാത്രയുണ്ടല്ലോ, അപ്പൊ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അമ്മ, ഇതിനിടയിൽ നമ്മുടെ വ്യവസായിയായ എം എ യൂസഫ് അലിയായിട്ട് ഞാൻ സംസാരിച്ചു. നമ്മളത് സംപ്രേഷണം ചെയ്യുന്നു 24-ൽ. അപ്പോൾ ഈ നിമിഷപ്രിയയുടെ കാര്യം ഞാൻ ചോദിച്ചിരുന്നു അദ്ദേഹത്തോട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നേരത്തെ തന്നെ ഈ കാര്യത്തിലൊക്കെ അദ്ദേഹം ഇടപെട്ടിരുന്നു, ഇനിയും അദ്ദേഹം ഇടപെടും. എന്നാൽ കേന്ദ്ര സർക്കാരും ഒക്കെ ഈ പ്രശ്നത്തിൽ സംസാരിക്കുന്നുണ്ട്. അതിൽ ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്താൻ അദ്ദേഹത്തിന് പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ആവശ്യം വന്നാൽ അതേ ഉണ്ടാവും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സഹായം ഇതിലുണ്ട് അല്ലേ? തീർച്ചയായും. ഞങ്ങൾ ഈ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി ഞാൻ ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറോട്, അദ്ദേഹം റിട്ടയർ ചെയ്തതിനു ശേഷം അദ്ദേഹത്തോട് സഹായം അഭ്യർത്ഥിക്കുകയും ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം വരുന്ന സമയത്ത് നമുക്ക് നെഗോസിയേഷൻ പ്രോസസ്സിൽ ഈ വലിയ തടസ്സം നേരിടുന്ന സമയത്ത് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തെ പോലെയുള്ള ലുമിനറീസിന്റെ സഹായത്തോടുകൂടി നെഗോസിയേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രമിച്ചത്. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ ബന്ധപ്പെടുകയും അദ്ദേഹം വഴി ഈ ശ്രീ എം എ യൂസഫ് അലിയെ, പിന്നെ അദ്ദേഹമാണ് എം എ യൂസഫ് അലിയെ ബന്ധപ്പെട്ടുകൊണ്ട് ഇതിലാവശ്യമായ സഹായങ്ങൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയും തുടർന്ന് യൂസഫ് അലി സാർ തന്നെ പല ചാനലുകളോടും അതുപോലെ തന്നെ മാധ്യമങ്ങളോടും അദ്ദേഹം സഹായിക്കാൻ തയ്യാറാണ്. അദ്ദേഹത്തിൻ്റെ തനതായ രീതിയിലുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. അതോടൊപ്പം നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾ നടക്കട്ടെ എന്നുള്ളൊരു നിലപാടാണ് അദ്ദേഹം എടുത്തത്. അപ്പോൾ ഞങ്ങളുടേതായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാർ അദ്ദേഹത്തിൻ്റെതായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. എം എ യൂസഫ് അലി സാർ അദ്ദേഹത്തിൻ്റെതായുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അത് ഒരു ഘട്ടത്തിൽ ഏകോപിപ്പിക്കേണ്ട സമയത്ത് ഞങ്ങൾ ഏകോപിപ്പിക്കാം എന്നുള്ള രീതിയിൽ. ഇത്രയും കാലം ഈ കേസ് ഫോളോ ചെയ്ത ഒരാളെന്ന നിലയിൽ അപ്പോൾ ഇത് അത്ര എളുപ്പത്തിൽ അഴിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കുരുക്കാണോ ഇത്? സ്വാഭാവികമായും തീർച്ചയായിട്ടും ഈ ബ്ലഡ് മണി നമ്മൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർ പറയുന്ന ബ്ലഡ് മണി, അവർ ആവശ്യപ്പെടുന്ന പണം, ഇപ്പം അമ്മ പോയി സംസാരിച്ച് അവർക്ക് അമ്മയുടെ ഒരു അനുതാപമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ അടുത്ത സ്റ്റേജ് ബ്ലഡ് മണി തന്നെയാണല്ലോ. സ്വാഭാവികമായും അത്ര എളുപ്പത്തിൽ അഴിച്ചെടുക്കാവുന്ന കുരുക്കല്ല. കാരണം അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ശരിയായ നിയമപ്രകാരം ബ്ലഡ് മണി എന്ന് പറയുന്നത് വിക്ടിമിന്റെ, ഈ ഇരയുടെ കുടുംബത്തിന്റെ ഡിസ്ക്രിപ്ഷനാണ്. ആ കുടുംബം ഇതുവരെ ആ തീരുമാനം എടുത്തിട്ടില്ല. നമ്മൾ പല ഘട്ടത്തിൽ ഈ ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളോട്, സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകളോട് നമ്മൾ നേരത്തെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് ഈ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ മുമ്പിൽ അപ്പീൽ നിൽക്കുകയായിരുന്നു. ആ അപ്പീൽ തീരുമാനമാവട്ടെ, അതിനുശേഷം ഞങ്ങൾ തീരുമാനമെടുക്കാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 2023 നവംബറിലാണ് യമനിലെ സുപ്രീം കോടതി മുമ്പാകെ, സുപ്രീം ജുഡീഷ്യൽ കൗൺസിലിന്റെ മുമ്പാകെ ഈ തീരുമാനം വരുന്നത്. അതിനുശേഷം അവരോട് പിന്നെ വിവിധ ഗോത്ര തലവന്മാരോടൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒരു അന്തിമമായ തീരുമാനം, ഈ യമൻ എന്ന് പറയുന്ന ഇതിന്റെ പ്രദേശത്ത് വിവിധ ഗോത്രങ്ങളും ആ ഗോത്ര തലവന്മാരും ഒക്കെ ഉള്ള അത്തരത്തിലുള്ള ഒരു സംവിധാനമാണ് അവിടെ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഈ കുടുംബത്തെ സ്വാധീനിക്കാൻ കഴിയുക ഗോത്ര തലവന്മാർക്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ശ്രമങ്ങളൊക്കെ നടത്തുന്നത് നമ്മൾ ഈ ഗോത്ര തലവന്മാരെ പിന്നെ സ്വാധീനിക്കാൻ വേണ്ടിയും അവരെ ഈ നെഗോസിയേഷൻ ടേബിളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ശ്രമിക്കുന്നത്. അതിന് വിവിധ യമനി കമ്മ്യൂണിറ്റികൾ, ഇപ്പോൾ നമ്മുടെ ഈ ആക്ഷൻ കൗൺസിലിന്റെ ഭാരവാഹികൾ UK നിന്നുള്ള ആളുകളുണ്ട്, അതോടൊപ്പം തന്നെ വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ അതാത് രാജ്യങ്ങളിലെ യമൻ കമ്മ്യൂണിറ്റി ലീഡേഴ്സുമായി സംസാരിച്ചുകൊണ്ട് അവർ വഴി ഈ ഗോത്രങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതൊരു പരിധിവരെ മുന്നോട്ട് പോയിട്ടുണ്ട്, വളരെ പോസിറ്റീവായി മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അമ്മ അവിടെ ചെല്ലുന്നതോടുകൂടി അമ്മ ആ പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു മാപ്പ് അപേക്ഷിച്ച് ഈ കുടുംബത്തെ കാണാൻ സാധിക്കുമെങ്കിൽ കണ്ട് നേരിട്ട് മാപ്പിരുന്ന് പോകുന്നതോടുകൂടി നമുക്കൊരു പിന്നെ പോസിറ്റീവായിട്ടുള്ള ചില ഡെവലപ്മെന്റ് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ആക്ഷൻ കൗൺസിലിനുള്ളത്. എനിക്ക് തോന്നുന്നു ഇയാൾക്ക് ഭാര്യയും 2 കുട്ടികളുണ്ടോ അയാൾക്ക്? അല്ലേ? കുട്ടികളുടെ എണ്ണം എനിക്കറിയില്ല. എന്തായാലും ആ ലേഡിയെ അമ്മ നേരിട്ട് കാണും എന്ന് തന്നെയാണ് പ്രതീക്ഷ അമ്മയുടെ, അല്ലേ? അപ്പൊ ആരെയായിരിക്കും അമ്മ ഉപയോഗിക്കാൻ പോകുന്നവരെ കാണാനായിട്ട്? സാമുവൽ ബ്രദർ തന്നെ വേണ്ട സഹായങ്ങൾ ചെയ്തു തരുന്നതാണ്. അദ്ദേഹത്തിന് അറിയാമോ ഈ ലേഡിയെ? എല്ലാവരെയും അവര് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെന്നാണ്. കണ്ടിട്ടില്ല, മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അല്ല, അറിയും. അദ്ദേഹത്തിന്റെ സഹോദരനുമായിട്ടൊക്കെ ഇദ്ദേഹം നേരത്തെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഉണ്ട്, തലാലിന്റെ സഹോദരനുമായി. ഓക്കെ. അപ്പൊ അല്ല, അവരൊക്കെ എടുത്തിരിക്കുന്ന ഒരു നിലപാട് എങ്ങനെയാ? കുറച്ച് അനുകൂലമാണോ അതോ
കാരണം സംഭവിക്കാനുള്ളത് സംഭവിച്ചു. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതിന് അക്കാര്യത്തിനകത്ത് ഒരു അന്തിമമായ തീരുമാനം എടുത്തിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ വെല്ലുവിളി അവിടെയാണ് വരുന്നത്. ഈ കുടുംബത്തിന് വേണമെങ്കിൽ ബ്ലഡ് മണി എന്ന് പറയുന്ന ഓപ്ഷൻ തള്ളിക്കളയാം, അതല്ലെങ്കിൽ സ്വീകരിക്കാം. സ്വീകരിക്കുകയാണെങ്കിൽ ആ ബ്ലഡ് മണിയുടെ ക്വാണ്ടമോ അവർക്ക് തീരുമാനിക്കാം. അത് അത് നോമിനലായി 1 റിയാൽ സ്വീകരിച്ചിട്ട് അവർക്ക് പിന്നെ മോചനം നൽകാം. അവർക്ക് വേണമെങ്കിൽ ഇപ്പൊ ഈ റഹീമിന്റെ കേസിൽ സംഭവിച്ചതുപോലെ ഒരു എക്സോർബിറ്റന്റ് ആയിട്ടുള്ള എമൗണ്ട്, വലിയ എമൗണ്ട് അവർക്ക് ചോദിക്കാം. 10-30 കോടിയൊക്കെ ചോദിച്ചാൽ പോലും അത്ഭുതപ്പെടാനില്ല. അപ്പൊ അത് പൂർണ്ണമായും ആ കുടുംബത്തിന്റെ ഡിസ്ക്രിപ്ഷനാണ്, ഇരയുടെ കുടുംബത്തിന്റെ ഡിസ്ക്രിപ്ഷനാണ്. അപ്പൊ അത് ആ ടേബിളിലേക്ക് അവരെ കൊണ്ടുവരികയും ആദ്യം ബ്ലഡ് മണിക്ക് കൺവിൻസ് ചെയ്യുകയും പിന്നീട് ഈ ക്വാണ്ടം സംബന്ധിച്ച് കൺവിൻസ് ചെയ്യുക എന്നുള്ളൊരു വലിയ വെല്ലുവിളിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യം. വീട്ടിലേക്ക് അവസ്ഥ എങ്ങനെയാ? അമ്മയുടെ വീട്ടിലെ സാഹചര്യമൊക്കെ എങ്ങനെയാ സാമ്പത്തികമായിട്ടൊക്കെ? എന്റെ വീട്ടിൽ സാമ്പത്തികമായിട്ടൊന്നുമില്ല. അവിടെ ഒരു വീട് ഉണ്ടായിരുന്നു, വിറ്റോ? താമസമില്ലാതെ കിടന്നു. ഞാന് കിഴക്കമ്പലത്ത് താമസിക്കാൻ തുടങ്ങിയിട്ട് അമ്മ ഇപ്പൊ അവിടെ വീട്ടു ജോലി ചെയ്തല്ലേ ജീവിക്കുന്നത്? കിഴക്കമ്പലത്ത് ഈ വീട്ടിൽ ജോലി ചെയ്യണു. നിമിഷയുടെ കാര്യം എങ്ങനെയായി? അവിടെ താമസം പാലക്കാട് പോക്കില്ല. അത് ചെതല് പിടിച്ചൊക്കെ ചെറിയൊരു വീടാണ്, നാശമായി പോയി. അടുത്തുള്ള ഒരു കൃഷിക്കാരനോട് അത് നോക്കി എഴുതാൻ പറഞ്ഞ് എഴുതി കൊടുത്തു. ഈ നിമിഷ ജയിലിലായതിനു ശേഷം നിയമപരമായ പോരാട്ടം നടത്താനൊക്കെ അവിടെ ഒത്തിരി പണമൊക്കെ ആവശ്യമുണ്ടല്ലോ. അപ്പൊ ഈ പൈസയൊക്കെ ഇവിടെ നിന്ന് അയച്ചു കൊടുക്കാൻ പറ്റിയായിരുന്നോ? കുറച്ച് പൈസയൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 ലക്ഷം രൂപ എമൗണ്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ടോമി, ഈ പ്രശ്നം അതിരൂക്ഷമായിട്ട് അവിടെ തുടരുമ്പോഴേ കേസും അപ്പീലും ഒക്കെ ആയിട്ട് പോകുമ്പോൾ ടോമിക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നോ ഭാര്യയുമായിട്ട്? ഞാൻ 6-7 വർഷമായിട്ട് ജയിലായ നാൾ മുതൽ ഞങ്ങൾ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്, വീഡിയോ കോൾ ചെയ്യാറുണ്ട്, ഈ കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട്. ടോമിക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാൻ കഴിയുമായിരുന്നു? യാത്ര ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം ഇവിടുന്ന് അങ്ങോട്ട് യാത്ര ചെയ്യാൻ പോകാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടും ഞങ്ങൾക്ക് നിയമപരമായ പെർമിഷൻ കിട്ടുമായിരുന്നോ അങ്ങോട്ട് പോകാനായിട്ട്? ഇവിടെ ആർക്കും വിടുന്നില്ലെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ അതിനുശേഷം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം പോലും ഞങ്ങൾക്ക് പോകാൻ സാധിച്ചിട്ടില്ല. അല്ലെ, ഈ തലാലുമായിട്ട് അവിടെ പ്രശ്നം നടക്കുന്ന സമയത്ത് അയാൾ വളരെ മോശമായിട്ടൊക്കെ തുടങ്ങിയതിനു ശേഷം നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? ഞങ്ങള് നിമിഷ പരാതി പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും 2015 മുതൽ തന്നെ ഫസ്റ്റ് ടൈമിൽ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു, വിളിക്കും കാര്യങ്ങളുണ്ടായിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ കുറച്ച് ഡിലേ വന്നായിരുന്നു. അതെന്താണെന്ന് അറിയില്ലായിരുന്നു. പിന്നെ എനിക്ക് 2017 മുതൽ പൂർണ്ണമായിട്ടും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും ചോദിക്കാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ 6-7 മാസം തന്നെ തുടർച്ചയായിട്ട് ഞങ്ങൾ ഏത് ടൈമിൽ വേണേലും വിളിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നു, എടുക്കുമായിരുന്നു. അതിന് കാരണം വേറൊന്നുമല്ല. അറിഞ്ഞപ്പം തലാൽ എന്ന് പറഞ്ഞ വ്യക്തി ഓൾറെഡി എൻ്റെ ഭാര്യ കേസ് കൊടുത്തിട്ട് യമൻ്റെ തലസ്ഥാനമായ സെൻട്രൽ ജയിലിലായിരുന്നു ഈ 2017 ജനുവരി മുതൽ ഈ മരിക്കുന്നതിൻ്റെ 7 ദിവസം വരെ. തീർച്ചയായിട്ടും അതാരും ആദ്യമൊന്നും പറഞ്ഞിട്ടില്ല, റിസൾട്ടും തന്നിട്ടില്ല. പക്ഷെ ഞാൻ കണ്ടുപിടിച്ചാണ്. ആ സമയത്തായിരുന്നു താങ്കൾക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും. ആദായം പറഞ്ഞു ആ 7 മാസം തൊട്ട് റിസൾട്ട് വരെ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാൻ പറ്റും. അതിന് മുമ്പ് പറയും, പക്ഷേ അതൊരു കൃത്യത വ്യക്തതയില്ല. അതിൻ്റെ കാരണം വേറൊന്നുമില്ല. ഈ തലാൽ അബ്ദുൽ മഹ്ദി എന്ന് പറഞ്ഞ വ്യക്തി വൈഫിനെ നാട്ടിലേക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു. 26 സിമ്മെന്ന് എന്നെ ഭാര്യ എന്നെ വിളിച്ചിട്ടുണ്ട്. സംസാരിച്ചത് മാത്രമല്ല, ഓൾറെഡി മിസ് കോളെങ്കിലും വന്നേക്കുന്നത് എൻ്റെ ഭാര്യ. അല്ലെങ്കിൽ ജസ്റ്റ് 2 സെക്കൻഡ് 1 സെക്കൻഡെങ്കിലും സംസാരിച്ച ടൈം വരെയുണ്ട്. എന്താണെന്ന് പിടികിട്ടാത്ത ഉണ്ട് സംസാരിച്ച് പോലും. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 5 ഫോൺ അങ്ങോട്ട് എറിഞ്ഞു പൊട്ടിച്ച് കളഞ്ഞു തലാൽ. നാട്ടിലേക്ക് കോണ്ടാക്ട് ചെയ്യുന്ന പറഞ്ഞതിൻ്റെ കാരണം ചോദിച്ചാൽ യമനിൽ യുദ്ധം എന്ന് വന്നോ അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഹോസ്പിറ്റലൊക്കെ ഓപ്പൺ ചെയ്ത് കുറച്ച് നീണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ക്യാഷറുണ്ട്, ഞങ്ങളുടെ സ്റ്റാഫ് നേഴ്സ് ആട്ടോ, ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ സ്റ്റാഫ് നേഴ്സ് ആട്ടോ ഈ ഹനാൻ എന്ന് പറഞ്ഞ പെങ്കൊച്ച്. അതെ, പുറത്തുനിന്നുള്ളതൊന്നല്ല. അപ്പം ഹനാൻ എന്ന് പറഞ്ഞ പെങ്കൊച്ച് അതുപോലെ തന്നെ നേഴ്സുമാർ, അതുപോലെ തന്നെ ക്യാഷ്യർ, ക്ലീനർ, അങ്ങനെ കുറച്ച് പേരുണ്ട്. അതിൽ ക്യാഷ്യറെടുത്ത് പൈസ ചോദിക്കാൻ വേണ്ടി വൈകുന്നേരം ഡ്യൂട്ടി കഴിയുമ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റലല്ലോ, മറ്റുള്ളവർ പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഞങ്ങളുടെയാണ് ഞങ്ങൾക്കെല്ലാം അറിയത്തുള്ളൂ. അങ്ങനെ പറഞ്ഞ കഥയിൽ പൈസ നോക്കിയപ്പോൾ ഒരു പ്രാവശ്യം നോക്കുമ്പോൾ ശകലം പൈസയേ ഉള്ളൂ, ബാക്കി പൈസ ഒന്നും ക്യാഷ് ആയിട്ട് ചോദിച്ചു. അപ്പോൾ അത് പറഞ്ഞു തലാൽ എടുത്തെന്ന് പറഞ്ഞു. തലാൽ എന്തിനാണ് എടുക്കണമെന്ന് വൈഫ് ചോദിക്കുന്നു. അതിനിപ്പോൾ എന്താ എടുത്ത കുഴപ്പം എന്താണോ, നിൻ്റെ ഭർത്താവ് പൈസ എടുത്ത എന്താണ് കുഴപ്പമെന്ന് ഈ ക്യാഷർ ചോദിക്കുന്നു. അപ്പം പറഞ്ഞു എൻ്റെ ഭർത്താവും കൊച്ചും നാട്ടിലുണ്ട്, യുദ്ധം കാരണം ഇങ്ങോട്ട് കയറി വരാൻ മേലാത്തതുകൊണ്ട് ഉണ്ട്. അതെന്താണ് ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഈ കുറച്ച് തൊട്ടപ്പുറം തന്നെ ഹോസ്പിറ്റലാണ് ഞങ്ങൾ ജോലി ചെയ്തത്. എൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ പോലും അവിടെയാണ്. കൊച്ചവിടെ തന്നെ ഉണ്ടായതാണ്. കൊച്ചിന് ഇന്ത്യൻ എംബസിയിൽ തന്നെയാണ് പാസ്പോർട്ട് എടുത്തേക്കുന്നത്. അതിൻ്റെ അന്നത്തെ ബർത്ത്ഡേ തന്നെ, ആദ്യത്തെ ബർത്ത്ഡേ തന്നെ ഞങ്ങൾ ഇപ്പം ഞങ്ങൾക്ക് ലൈസൻസ് എടുത്തേക്കുന്ന പഴയ ഹോസ്പിറ്റൽ ഓർഡർ അബ്ദുൽ ലത്തീഫിൻ്റെ ഹോസ്പിറ്റലിൽ വെച്ചാണ്. ഞങ്ങൾ അവിടെയൊക്കെ അവർക്കൊക്കെ പാർട്ടി കൊടുത്താണ്. നിലവിൽ തലാൽ ഈ യുദ്ധം വന്നതോടുകൂടി തലാലിൻ്റെ ഇടയിലെ മാറി. പിന്നീട് ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് കാണുന്ന സ്വഭാവമല്ല വൈകുന്നേരം കാണുന്നതല്ല പിന്നീടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈഫ്. അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ അവസാന പ്രാവശ്യം തപ്പിക്കഴിഞ്ഞപ്പോൾ കിട്ടിയത് എന്തോ ഒരു സൈസ് പൊടിയാണ്, അതെന്തോ മയക്കുമരുന്നാണ്, പക്ഷെ അവൾക്കൊന്നും പേരൊന്നും അറിയത്തില്ല. അങ്ങനെയാണ്. അപ്പം ഇതാണ് അതിൻ്റെ ഒരു ഭാഗം. പക്ഷേ തലാൻ ആഗ്രഹിക്കുന്നത് എന്താ ചോദിച്ചാൽ, യുദ്ധം വന്നപ്പം എല്ലാവരും, എല്ലാ ഇന്ത്യക്കാരും കയറി പോകുന്നു, എല്ലാ രാജ്യക്കാരും പോകുന്നു.
ഇന്ത്യക്കാർക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല, പ്രത്യേകിച്ച് എനിക്കും ചെല്ലാൻ പറ്റില്ല, ഭർത്താവായി എനിക്കും അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ വരുമാനവും മറ്റുള്ള കാര്യങ്ങളും എടുക്കണമെങ്കിൽ എൻ്റെ ഭാര്യേനെ കല്യാണം കഴിക്കണം, നല്ല ഭാര്യ ആകണം. അപ്പോൾ അങ്ങനെ നോക്കിയ സമയം അറിയാമല്ലോ, നിങ്ങൾക്ക് അവിടുത്തെ സിസ്റ്റം കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. പക്ഷേ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ ഒരു ലെവൽ വെച്ചുകൊണ്ട് തലാൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുകയും സ്വാതന്ത്ര്യം കൂടുതൽ കാണിക്കാം, പൈസയൊക്കെ എടുത്ത്. അങ്ങനെയാണ് ഞങ്ങളുടെ കുണ്ടായി സെൻ്റെ കാറ് മേടിച്ചപ്പം ആ കാറിൻ്റെ പേര് പോലും വൈഫിൻ്റെ പേരിലേക്ക് എഴുതണമെന്ന് പറഞ്ഞ് എഴുതിച്ചിട്ട് അറബി വായിക്കാൻ എഴുതാൻ അറിയത്തില്ലല്ലോ, പറയാനല്ല അറിയത്തുള്ളൂ കുറച്ചെങ്കിലും. അത് അവൻ്റെ പേരിലേക്ക് എഴുതി വെച്ചിരുന്നു. പിന്നെ എനിക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റാത്തതുകൊണ്ട്, വണ്ടി ഓടിക്കാനൊന്നും പറ്റില്ലാത്തതുകൊണ്ട്, വണ്ടി ഓടിക്കണമല്ലോ, എന്തെങ്കിലും മെഡിസിൻ മേടിക്കാൻ പോകാനൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് തലാൽ കൈകാര്യം ചെയ്യുന്നു. ഞങ്ങളൊരു 5-6 മാസത്തേക്ക് അവനൊരു നിശ്ചിത ഒരു സാലറി കൊടുക്കണം എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചതാണ്. ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ പേര് പോലും ഇട്ടത് ഞാനും വൈഫും ഈ തലാൽ അബ്ദുൽ മബ്ദീനും തമ്മിൽ അത് നാട്ടിൽ വന്നപ്പോൾ. അല്ലമൽ എന്നാണ് ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ പേര്. അത് യമൻ്റെ സനയിൽ നിന്ന് 100-200 കിലോമീറ്റർ മുകളിൽ പോകണം. സ്വാദിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഹോസ്പിറ്റൽ. അല്ലമൽ എന്നാണ് ഹോസ്പിറ്റലിൻ്റെ പേര്. അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ദുഃഖത്തിനായിട്ട് നമ്മൾ ജീവിക്കുന്നു. ഒരു കുഞ്ഞിനെയും വെച്ചിട്ടുണ്ട്. കുഞ്ഞുനാൾ മുതൽ കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളും അപ്പിയിട്ട് കഴിക്കുന്ന, കുളിപ്പിക്കുന്ന എല്ലാ കാര്യം ചെയ്യുന്നത് ഞാനാണ്. ഞാൻ അമ്മായിമ്മനെ ഏൽപ്പിച്ചിട്ടില്ല, എൻ്റെ അമ്മനെ ഏൽപ്പിച്ചില്ല, ആരെയും ഏൽപ്പിച്ചില്ല. ഞാൻ തന്നെയാണ് ചെയ്യുന്നത്, അന്നും ഇന്നും. മോൾ അമ്മയോട് സംസാരിച്ചായിരുന്നോ? സംസാരിച്ചു. അമ്മ എന്താ ചോദിച്ചത് ലാസ്റ്റില്? അമ്മ മെസ്സേജ് ഇട്ടതാണ്, വിളിച്ചില്ല. ആ അമ്മ പറഞ്ഞു മേരമ്മ എപ്പോഴാണ് വരുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു മേരമ്മ ഉടനെ തന്നെ വരും എന്നൊക്കെ പറഞ്ഞു അല്ലേ? ആ മോള് സമാധാനമായിട്ടിരിക്കുക, അമ്മ വരും തിരിച്ചു കേട്ടോ. ഞങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചതിൻ്റെ ഒരു ഭാഗം ഇപ്പോഴും ഞാൻ പറയുന്നു, നമ്മുടെ യുദ്ധമാണ്. അതിലൂടെ ഉണ്ടായ സംഭവവികാസങ്ങളാണ്. യാഥാർത്ഥ്യ കാര്യങ്ങളൊന്നും, ഒരാളുടെ ജീവൻ പോയതിൻ്റെ ഒരു കാര്യം എന്താണെന്നുള്ളത് അറിയാം, അനുശേഷി എന്നുള്ള ഭാഗത്തിലേക്ക് വന്നിരുന്നതാണ്. അത് മയങ്ങിയില്ല. രണ്ടാമതൊന്ന് കൊടുത്തപ്പോൾ സൈഡ് എഫക്റ്റ് ഒന്നും സംഭവിച്ചതാണ്. പക്ഷെ പല കാര്യങ്ങളും പല രീതിക്കൊക്കെ പറയുമ്പം ഇത് കേൾക്കുന്ന എല്ലാ മനുഷ്യരും, ഈ ലോകത്തുള്ള എല്ലാവരും കേൾക്കുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ചങ്ക് തളരുന്ന എൻ്റെ അപ്പനും അമ്മയോ അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളും റിലേഷനൊക്കെ ആയിരിക്കും. പക്ഷെ ഞാനടക്കം. പക്ഷേ എനിക്ക് ഇത്ര പവറൊക്കെ കുറേ വർഷങ്ങളായിട്ട് എനിക്ക് പവറില്ലായിരുന്നു. ഞാൻ വളരെ ഇതായി പോയായിരുന്നു. 2017 മുതൽ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഞാനിവിടുന്ന് വൈഫ് തന്നെയാണ് എനിക്ക് അഡ്രസ്സ് തന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ഭാര്യ പറഞ്ഞാലും എനിക്ക് ചില കാര്യങ്ങൾ സത്യങ്ങൾ അറിയണം. അതിന് വേണ്ടി ഞാൻ എൻ്റെ ശ്രമങ്ങൾ നടത്തി. യമനിൽ ഈ തലാൽ എന്ന് പറഞ്ഞ് വ്യക്തി വൈഫ് പറയുന്ന പോലെ തന്നെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയണം. ഞാൻ അങ്ങനെ ഒരാളെ വിട്ട് അന്വേഷണം നടത്തി, വീഡിയോ സഹിതം ഞാൻ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ ആരെയും വിട്ടതല്ല, ഒരു അറബിയെ തന്നെയാണ് വിട്ടത്. അവർ ജയിലിൽ പോയി കാണുകയും സംസാരിക്കുകയും 2 മിനിറ്റ് കിട്ടിയുള്ള ഗ്യാപ്പ്. എന്ത് കാരണം കൊണ്ട് ഞാനെന്ന് പറയരുത്, ഉണ്ടോ ഇല്ലെന്ന് അന്വേഷിക്കുക, ഉണ്ടെങ്കിൽ എന്ത് കാരണം കൊണ്ട് ചോദിക്കാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ കാരണങ്ങൾ ചോദിച്ചപ്പോൾ ഉണ്ട്, കാരണം ചോദിച്ചപ്പം ഒരു പൈസയുടെ കേസുമായിട്ടാണെന്ന് പറഞ്ഞു. വൈഫ് കേസ് കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ സനയെ കൊടുത്തിരിക്കുന്നത് ഉണ്ടായിട്ട് സെൻ്റെ കാറ് വണ്ടി തിരിച്ചു തരണം. അതൊക്കെ കൊണ്ട് വിറ്റായിരുന്നു. അത് തിരിച്ചു തരണം. പിന്നെ അത് കണ്ടുപിടിച്ചു പോയി. പക്ഷേ അവർ പൈസ കൊടുത്ത് മേടിച്ചിട്ട് പോയല്ലോ, ഇനി പേര് തരില്ലല്ലോ. പൈസ തിരിച്ചു തരണം. നമുക്ക് എത്രയാണോ വെച്ചാൽ ഡോളർ തിരിച്ചു തരണം. അതുപോലെ തന്നെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് കള്ളപ്രചാരം നടത്തി അത് തിരുത്തണം, ക്ഷമ പറഞ്ഞ് തിരുത്തണം. ഇതിനൊക്കെയായിരുന്നു അവിടെ കേസ് കൊടുത്തത്. അതെ, അത് ഫസ്റ്റ് ടൈമൊക്കെ അടുത്ത ഏരിയയിലായിരുന്നു, അടുത്ത ജയിലിൽ. അത് കഴിഞ്ഞ് പിന്നീട് 2 ദിവസം കഴിഞ്ഞ് വരുമായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും വന്ന് പ്രശ്നം ഉണ്ടാക്കും, ഷൗട്ട് ചെയ്യും, വഴക്ക് പറയും, ചീത്ത പറയും. അതുപോലെ തന്നെ പിന്നെ തല്ലായി. പിന്നെ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഫോട്ടോ എടുത്ത് എൻ്റെയും വൈഫിനെ കണ്ട് കല്യാണ ഫോട്ടോ ഞങ്ങളുടെ വൈഫിൻ്റെ ഫോണിലുണ്ടായിരുന്നു. എന്നെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവൻ്റെ ഫോട്ടോ കെട്ടി വെച്ചിട്ട് എനിക്ക് 3 ഫോട്ടോ എനിക്ക് ഇട്ട് തന്നിട്ടുണ്ട് വൈഫ്. ഇങ്ങനെ കാണിച്ചു എന്നും പറഞ്ഞിട്ട്. പിന്നെ ഇപ്പോൾ പൈസയുടെ കാര്യം പറഞ്ഞ് തർക്കമൊക്കെ കഴിയുമ്പോൾ കേസ് കൊടുത്തു. 2 ആഴ്ച എടുത്തു. 2 പേരും ജയിലിൽ കിടന്നു 2015. അത് ഞാൻ കണ്ടുപിടിച്ചതാണ്. അതിനുശേഷം തലാലും എൻ്റെ ഭാര്യയും ജയിലായോ? അതെ. അതിൻ്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഞങ്ങളുടെ പൈസയൊക്കെ എടുത്തുകൊണ്ട് പോയ സമയത്ത് ചോദ്യങ്ങളായി, പ്രശ്നങ്ങളായി, ബഹളങ്ങളായി. അതിനുശേഷം ഇവർ അവിടെയുള്ളവർ പറഞ്ഞിരിക്കുന്ന ഇന്ത്യയിലേക്ക് നാട്ടിലേക്ക് വന്നിട്ട് പോയപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുമല്ലോ, അത് സീനറി ഫോട്ടോ. അതായത് നമ്മൾ ഓരോ സ്ഥലത്ത് പാർക്കിലൊക്കെ പോയിട്ട് ഫോട്ടോ എടുക്കുന്ന അവർ തമ്മിൽ നിൽക്കുന്ന ഫോട്ടോ അല്ലാത്ത ഫോട്ടോ എടുക്കുമ്പോൾ അത് ഇന്ത്യ വന്നിട്ട് കേരളം എന്തായാലും യമനിൽ അതില്ലല്ലോ. അങ്ങനെ ഇന്ത്യയിൽ പോയെന്നും ഇന്ത്യ വെച്ച് കല്യാണം കഴിച്ചു എന്നാണ് അവിടെ പബ്ലിസിറ്റി കൊടുത്തിരുന്നത്. ഈ ചോദ്യങ്ങൾ ചോദിച്ച് കേസൊക്കെ വന്നപ്പോൾ എൻ്റെ ഭാര്യ എന്നാണ് തലാൽ പറയണേ. വൈഫ് പറയണു എൻ്റെ ഭർത്താവല്ല, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, എൻ്റെ ഭർത്താവും കൊച്ചും നാട്ടിലുണ്ടെന്ന്. അങ്ങനെ 2 പേരും മത്സരം. ഈ മത്സരത്തിനൊടുവിൽ ലാസ്റ്റ് പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാര്യം രേഖ കാണിക്കാൻ പറ എന്ന് പറയുന്നു വൈഫ് പോലീസുകാരോട്. അങ്ങനെ വന്നപ്പോൾ അവന് നിവൃത്തിയില്ലാത്തതുകൊണ്ട് തലാൽ അപ്പോൾ തന്നെ വേറെ ആരോ വിളിച്ചു പറഞ്ഞു. അവിടുത്തെ സിസ്റ്റമൊക്കെ എനിക്കറിയാം, അവിടുത്തെ പേപ്പറിൻ്റെ വിലയും ചാലും പൈസ കൊടുത്താൽ ഞാൻ അവിടെ കാര്യം നടക്കും. അങ്ങനെ കൊടുത്തിട്ട് എൻ്റെ എഴുതിയിരിക്കുന്ന എൻ്റെ ഇരിപ്പുണ്ട്, ഇപ്പോഴും ഇരിപ്പുണ്ട്. അതിനകത്ത് എഴുതിയിരിക്കുന്ന മുഹമ്മദിൻ്റെ മകളായ, ഞാനത് പറയണോ വേണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ അതിലൊക്കെ ഞാൻ കിടക്കുന്നില്ല. എന്തായാലും ഒരു റോങ് ആയ ഒരു മാരേജ് സർട്ടിഫിക്കറ്റാണ് അവൻ ഉണ്ടാക്കിയിരുന്നത്. ഞാനത് കണ്ടതാണ്, എൻ്റെ ഉണ്ട്, കണ്ട ഒരു 8 ആൾക്കാരും ഉണ്ട്, കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കഥയുടെ ബേസിൽ അവൻ അവിടെ പറയുന്ന ഒരു പ്രാദേശികമായി കിട്ടുന്ന കുറച്ച് വിവരങ്ങളും വെച്ചുകൊണ്ടാണ്
ഈ നാട്ടിലേക്കൊക്കെ ഓരോ സ്ഥലത്തു നിന്ന് വരുന്നത്. അതായത് എനിക്കറിയാം അവിടെ എന്തായാലും ഒരു ചാനൽ അങ്ങനെയാണ് സംഭവങ്ങൾ മാധ്യമങ്ങളിൽ പ്രചരിച്ചതല്ലേ? പറഞ്ഞു വന്നേ. അപ്പൊ ഇതിലൂടെ ചില സത്യങ്ങൾ ആൾക്കാർ തിരിച്ചറിയുമല്ലോ. ഈ അത് തീർച്ചയായിട്ടും കാര്യം എനിക്ക് തോന്നുന്നത്. മാത്രമല്ല യമനിൽ ഇപ്പൊ അമ്മ പോകുന്നത് തന്നെ എങ്ങനെയെങ്കിലും ഈ മകളെ മോചിപ്പിച്ചെടുക്കണമെന്ന് വിചാരിച്ചാണല്ലോ. അപ്പോൾ ഉത്തരവാദിത്വം ഇല്ലാതെ ചാനലുകളും മാധ്യമങ്ങളും പെരുമാറിയാൽ തന്നെ ഈ മോചനത്തിന് അത് വലിയൊരു പ്രശ്നമാകും അല്ലേ? തീർച്ചയായും. നമ്മളിപ്പോ ഒരു കൊല്ലപ്പെട്ട ഒരു വ്യക്തിയുടെ കുടുംബത്തോടാണ് പിന്നെ മാപ്പിരക്കാൻ പോകുന്നത്. അവരുടെ കാരുണ്യത്തിലാണ് ഇപ്പൊ നിമിഷയുടെ ജീവൻ നിലനിൽക്കുന്നത്. നിമിഷയുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ പറയുന്നു. അവരുടെ ഈ പറയുന്ന ഏതൊരു പ്രവാസിക്കും ഉണ്ടാവുന്ന വെല്ലുവിളികളെ അതിജീവിക്കുന്നതിനിടയ്ക്ക് അവർക്കുണ്ടായ ഒരു തെറ്റിന്റെ ഭാഗമായി ആ നാട്ടിലെ ഒരു പൗരന് ജീവൻ നഷ്ടപ്പെട്ടു. അതൊരു തെറ്റാണ് എന്ന് നമ്മൾ അംഗീകരിക്കുന്ന സമയത്ത് തന്നെ ഈ ബ്ലഡ് മണി എന്ന് പറയുന്ന ശരിയാ നിയമത്തിനകത്തുള്ള ഒരു ഓപ്ഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാപ്പിരന്ന് നിമിഷയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. അതിനകത്ത് ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞു പോയി, അതൊരു ചരിത്രമായി മാറിക്കഴിഞ്ഞു. അതേസമയം ഇനിയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നിമിഷയുടെയും ഈ അമ്മയുടെയും മോളുടെയും ഒക്കെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തുന്നത്. അതിന് ഈ കേരളീയ സമൂഹത്തിന്റെ പൂർണ്ണമായുള്ള പിന്തുണ ഉണ്ടാകണം. അതിനകത്ത് നമ്മൾ പലപ്പോഴും കാണുന്നത്, നേരത്തെ SKN സൂചിപ്പിച്ചതുപോലെ, വിവിധ സോഷ്യൽ മീഡിയ, ഈ പറയുന്ന യൂട്യൂബേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ കഥയറിയാതെ അവർ പല കഥകളും പിന്നെ ഇത് നമ്മുടെ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ശ്രദ്ധിച്ചെന്നറിയില്ല, ഈ സങ്കടകരമായ ഒരു സാഹചര്യം ഇതിലൊക്കെ വർഗീയത കുത്തിക്കലർത്താനാണ് ആൾക്കാർ ശ്രമിക്കുന്നത്. നമ്മൾ ശരിക്കും ഒരു മനുഷ്യനെ ഒരു ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അയാളൊരു മനുഷ്യനാണെന്നുള്ള പരിഗണനയെ നമുക്കുള്ളൂ. പക്ഷെ ഇതിനൊക്കെ പിന്നാമ്പുറ കഥകൾ ഉണ്ടാക്കി വേറെ കളറൊക്കെ കൊടുത്ത് നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. നമ്മുടെ മലയാളികൾ ഒരു ഭാഗത്തൂടെ 34 കോടി രൂപ പെട്ടെന്ന് 4-5 ദിവസങ്ങൾ ബാക്കി നിൽക്കെ അതിനു മുമ്പേ തന്നെ പണം സ്വരൂപിച്ചെടുക്കുകയൊക്കെ ചെയ്തിട്ട് പിറ്റേന്ന് വേറെ കഥകൾ വരുന്നുണ്ട്. ഈ റഹീമിന്റെ കാര്യത്തിലല്ലേ നിമിഷപ്രിയയുടെ മോചനവുമായിട്ട് ബന്ധപ്പെട്ട് കഥകൾ പ്രചരിക്കുക. അപ്പൊ ഈ കഥകൾ പ്രചരിക്കുന്ന ഒന്നും താങ്കൾ പറയുന്ന പോലെ ഇതിന് ഈ കേസിന് ഗുണം ചെയ്യില്ല. കാര്യം അവർ ഇതൊക്കെ അറിയുവാണെങ്കിൽ ഏതെങ്കിലും പത്രദ്വാര അല്ലെങ്കിൽ ടെലിവിഷൻ വഴിയൊക്കെ അത് പടർന്ന് യമനിലെത്തിയാൽ, അല്ല, ഇന്ന് ഈ ടെക്നോളജി ഇത്രയും അഡ്വാൻസ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാൻ പറ്റാവുന്ന സാഹചര്യമുണ്ട്. എല്ലാ വാർത്തകളും ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് ചോദിക്കട്ടെ, ഇപ്പൊ അമ്മയ്ക്ക് യഥാർത്ഥത്തിൽ സാമുവൽ എന്ന് പറഞ്ഞ ആളിന്റെ കൂടെ ഇവരെ കാണാനുള്ള ഒരു അവസരം, ഈ അയാളുടെ ഭാര്യയെ കാണാൻ അവസരം കിട്ടിയാൽ അമ്മയ്ക്ക് ഒരു ട്രാൻസ്ലേറ്ററിനെയൊക്കെ വെച്ച് അവരോട് സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടോ? സ്വാഭാവികമായും നമ്മൾ കോടതിയിൽ പോകുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത് അത് തന്നെയായിരുന്നു. നമ്മൾ ആദ്യം ആവശ്യപ്പെട്ടത് ഈ യാത്രാവിലക്ക് നിലനിൽക്കുന്നത് കൊണ്ട് കേന്ദ്ര സർക്കാർ തന്നെ ഈ നെഗോസിയേഷൻ പ്രോസസ്സ് ഇന്ത്യൻ എംബസി വഴി, ഈ യമനിൽ ഇന്ത്യൻ എംബസി ഇല്ല, ജിബൂട്ടി എന്ന് പറയുന്ന അയൽ രാജ്യത്ത് നിന്നാണ് ഇന്ത്യൻ എംബസി ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യൻ ഗവൺമെന്റിന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഈ നെഗോസിയേഷൻ നടത്തണം, പണം പൂർണ്ണമായും ഞങ്ങൾ തരാം, അത് ഈ പറയുന്ന കുടുംബം ആവശ്യപ്പെടുന്ന പണം എത്രയായാലും അത് ഞങ്ങൾ തരാം, പക്ഷെ അതേസമയം ഈ നെഗോസിയേഷൻ പ്രോസസ്സ് ഇന്ത്യൻ എംബസി ചെയ്യണം, അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് ചെയ്യണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്ത്യൻ ഗവൺമെന്റ് എടുത്ത സമീപനം, ഗവൺമെന്റ് ഈ പറയുന്ന ബ്ലഡ് മണി എന്ന് പറയുന്ന പ്രോസസ്സ് അംഗീകരിക്കാത്തത് കൊണ്ട് അവർക്ക് ഇതിനകത്ത് പിന്നെ ഈ നിലപാട്, ഈ നെഗോസിയേഷൻ പ്രോസസ്സ് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ സമയത്താണ് പിന്നെ എന്നാൽ നമുക്ക് പോകാൻ അനുമതി തരണമെന്ന് പറയുന്നത്. അതിനെയും സർക്കാർ ശക്തമായി എതിർക്കുകയുണ്ടായത്. ആ സമയത്താണ് കോടതി പറഞ്ഞത്, ഈ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്ക് അവസരമുണ്ടായിരിക്കെ ഈ രണ്ട് നിലപാടും ഒരുമിച്ചെടുക്കുന്നത് ശരിയല്ല. ഒന്നുകിൽ നിങ്ങൾ ആ പ്രവർത്തനം ഏറ്റെടുക്കണം, അതല്ലെങ്കിൽ നിങ്ങൾ അവരെ അത് ചെയ്യാൻ അനുവദിക്കണം. ആ അമ്മയ്ക്ക് മകളുടെ ജീവൻ രക്ഷിക്കാനുള്ള അവകാശമുണ്ട്, അപ്പോൾ അവരെ പോകാൻ അനുവദിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഡൽഹി ഹൈക്കോടതി ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള അനുമതി ഇപ്പോൾ തന്നിട്ടുള്ളത്. എന്തായാലും അമ്മയുടെ ശ്രമം വിജയിക്കട്ടെ. മലയാളികളെല്ലാവരും അവർ അണിചേരും ഇതിനകത്തുനിന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? നമ്മളിപ്പോൾ ഇതുവരെ ഒരുപാട് സഹായങ്ങൾ പല സ്ഥലത്തുനിന്നും, ഇപ്പം എനിക്കൊന്ന് ജസ്റ്റിസ് സുരീൻ ജോസഫ് കൂടാതെ മറ്റുള്ള ആൾക്കാരും ഒക്കെ തന്നെ ഇതിൽ സഹകരിക്കും. ഞാൻ പേര് എല്ലാവരുടെയും പ്രായവുമല്ല, എല്ലാവരുടെയും പേര് പറയാം. എന്തായാലും താങ്കളും കുറെ കാലമായിട്ട് ഇതിനകത്ത് അണിയേർന്നിരിക്കുകയാണല്ലോ, സന്തോഷം. നമ്മളൊക്കെ ഉണ്ടാകും അമ്മേ ഈ കാര്യത്തിൽ. കാരണം ഈ അബ്ദുൾ റഹീമിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ 24 ഒക്കെ വലിയൊരു റോൾ എടുത്തിട്ടുണ്ടായിരുന്നു. പല ആൾക്കാരും സഹകരിച്ചിട്ടുണ്ട്, നമ്മളും അതിനകത്ത് കാര്യമായിട്ടൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മളതിൻ്റെ പിന്നാലെ ഉണ്ട്. സൗദി അറേബ്യയിൽ തന്നെ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ചെയർമാൻ 24ന്റെ ചെയർമാൻ ശരിക്കും അതിനകത്ത് വെരി മച്ച് ആ സഹായ സമിതിയുടെ ചെയർമാൻ തന്നെ അദ്ദേഹമാണ്. അപ്പോൾ അവർ സംഘടിതമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. കാര്യം അവിടെയും ഇതേ പ്രശ്നമാണ്. കാര്യം ബ്ലഡ് മണി അവസാനമായിട്ട് അന്തിമമായിട്ട് സമ്മതിക്കുക എന്ന് പറയുന്നത് ഇരയുടെ സ്വാതന്ത്ര്യം ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്കിനി അമ്മ മത്സരത്തിലേക്ക് പോവാണ്. ഈ മത്സരത്തിൽ അമ്മ മാത്രമേ ഉണ്ടാവൂ. കാര്യം അഭിഭാഷകനെ നമ്മൾ പിടിച്ചു നിർത്തിയത് ഇതിനകത്ത് ഒരുപാട് നിയമപ്രശ്നങ്ങളുണ്ട്. മോചനം സാധ്യമാക്കാൻ വേണ്ടി നിയമപരമായ വഴികളിലൂടെ തന്നെ നമ്മൾ സംസാരിക്കണം എന്നുകൊണ്ട് മാത്രം പിടിച്ചു നിർത്തിയിരിക്കുക. അതേ അവിടെ തന്നെ നിൽക്കട്ടെ, ചില കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. അപ്പോൾ അമ്മയാണ് മത്സരിക്കാൻ പോകുന്നത്. അപ്പോൾ അമ്മയ്ക്ക് അറിയുന്ന പോലെ ഈ മത്സരം എന്ന് പറഞ്ഞാൽ 1 കോടി രൂപയ്ക്ക് വേണ്ടിയുള്ള മത്സരമാണ്. അത് 2 രീതി നമുക്ക് മത്സരിക്കാം. 10 ചോദ്യങ്ങൾ വഴി മത്സരിക്കാം, 20 ചോദ്യങ്ങൾ വഴി മത്സരിക്കാം. അമ്മ ഈ പണം എനിക്കറിയാം അമ്മ ഉപയോഗിക്കുന്നതെല്ലാം യമനിലെ മോളുടെ മോചനത്തിനായും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും വേണ്ടി മാത്രമായിരിക്കും. അതുകൊണ്ട് എത്ര പൈസ കിട്ടിയാലും നമ്മൾ സന്തോഷമാണ് നമുക്ക്.
അപ്പൊ അമ്മ എങ്ങനെയാ 10 ചോദ്യങ്ങൾ വഴി മത്സരിക്കുന്നോ 20 ചോദ്യങ്ങൾ വഴി മത്സരിക്കുന്നോ? 20 ചോദ്യം. 20 ചോദ്യങ്ങൾ വഴി മത്സരിക്കാം. അപ്പൊ ഞാൻ ഈ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. മോണിറ്റർ പ്ലീസ്. അമ്മ ഞാൻ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 10,000 രൂപയുടെ ചോദ്യമാണ്. അമ്മ എവിടെ വരെ പഠിച്ചു? ഞാൻ 6ാം ക്ലാസ് വരെ. 6ാം ക്ലാസ് വരെ പഠിച്ചു. പഴയ 6ാം ക്ലാസ് അതിന് ഭയങ്കര വിലയമ്മേ. ഇപ്പോഴത്തെ 6ാം ക്ലാസ് പോലല്ല. കേൾക്കുന്നവർക്ക് ആയിരിക്കും 6ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ പഴയ 6ാം ക്ലാസ് അല്ലേ, ഇപ്പോഴത്തെ ഒരു 10ാം ക്ലാസ്സിനൊക്കെ മേളി വരും എൻ്റെ ഒരു നിലവാരം അല്ലേ, +2 മേലെ. അതെ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്. കേരളീയ സദ്യയിലെ ഏത് വിഭവത്തിന്റെ വകഭേദമാണ് പ്രഥമൻ എന്ന് പറയുന്നത്? ഓപ്ഷൻ എ പച്ചടി, ഓപ്ഷൻ ബി രസം, ഓപ്ഷൻ സി പായസം, ഓപ്ഷൻ ഡി ഉപ്പേരി. പായസം. അമ്മയ്ക്ക് ഇതൊക്കെ വെച്ച് നല്ല പരിചയ. പായസം തന്നെ. മോളെ അമ്മ പറഞ്ഞു മറുപടി. 10,000 രൂപ നമുക്ക് കിട്ടി. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇനി 20,000 രൂപയുടെ ചോദ്യമാണ്. 20,000 ക്വസ്റ്റ്യൻ പ്ലീസ്. അമ്മയ്ക്ക് ഞാൻ ഈ ഒരു ശബ്ദം കേൾപ്പിച്ചിട്ട് ഒരു ഓഡിയോ ആണ്. അമ്മ അത് കേട്ടോണം. കേട്ടിട്ടായിരിക്കും എന്റെ ചോദ്യം വരുന്നത്. പ്ലേ. ഏത് നടനാണ് കിലുക്കം എന്ന സിനിമയിലെ ഈ ഗാനശകലം ആലപിച്ചിരിക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ തിലകൻ, ഓപ്ഷൻ ബി ജഗദീഷ് ശ്രീകുമാർ, ഓപ്ഷൻ സി മുരളി, ഓപ്ഷൻ ഡി മോഹൻലാൽ. ശരിയായ ഉത്തരം അറിയില്ല. ഇല്ല, അറിയില്ല ശരിക്കും. അപ്പൊ അമ്മ വേണമെങ്കിൽ ഒന്ന് ഊഹിച്ചു പറഞ്ഞു. തിലകൻ, ജഗദീഷ് ശ്രീകുമാർ, മുരളി, മോഹൻലാൽ. ഇല്ല, കുട്ടേട്ടന്റെ സഹായം ചോദിക്കല്ലേ കുട്ടേട്ടാ? പ്രേമകുമാരി, ഇത് കുട്ടേട്ടന്റെ ആദ്യത്തെ പിടിവള്ളി. 2 ഓപ്ഷൻ പറയും. അതിൽ 1 ശരി ഉത്തരമാണ്. എ തിലകൻ, ബി മോഹൻലാൽ. അപ്പൊ തിലകനാണോ മോഹൻലാലോ? അമ്മ ഊഹിച്ചു പറഞ്ഞാൽ മതി. തിലകൻ. കറക്റ്റ്. അമ്മ ഊഹിച്ചതൊക്കെ കറക്റ്റ് ആയിരിക്കും. അമ്മ അതിന്റെ അർത്ഥം എന്താണ്? അമ്മ പോകുന്ന ഈ യാത്രയിൽ അമ്മ ഉദ്ദേശിച്ച കാര്യം നടക്കും. നമ്മളൊക്കെ സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ് നിമിഷപ്രിയയെ സ്വീകരിക്കാനായിട്ട്. അപ്പൊ 20,000 രൂപ അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ 30,000 രൂപയുടെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. 30,000. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഇനി പറയുന്നവയിൽ ഏത് ഉപകരണവുമായി ബന്ധപ്പെട്ട ജോലി ചെയ്തിരുന്ന സ്ത്രീകളുടെ സംഘത്തെയാണ് ഹലോ ഗേൾസ് എന്ന് വിളിച്ചിരുന്നത്? ഓപ്ഷൻ എ റഡാർ, ഓപ്ഷൻ ബി ടെലഫോൺ, ഓപ്ഷൻ സി യുദ്ധവിമാനം, ഓപ്ഷൻ ഡി ഹാർമോണിയം. ഓപ്ഷൻ ബി ടെലഫോൺ. ഉത്തരം ശരിയാണ്. അമ്മ ഇപ്പൊ 30,000 രൂപ കയ്യിലുണ്ട്. ഇനി നമ്മൾ 40,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 40,000 ക്വസ്റ്റ്യൻ പ്ലീസ്. അമ്മ അങ്ങോട്ട് നോക്കിയാൽ ഞാൻ ഒരു പടം കാണിച്ചു തരാം. ഏത് ദക്ഷിണേന്ത്യൻ പലഹാരമാണിത്? ഓപ്ഷൻ എ നെയ്യപ്പം, ഓപ്ഷൻ ബി രസവട, ഓപ്ഷൻ സി സുഖിയൻ, ഓപ്ഷൻ ഡി പനിയാരം. ഓക്കെ, ഉത്തരം ശരിയാണ്. ഓപ്ഷൻ ഡി പനിയാരം. അപ്പൊ ഇപ്പോ 40,000 രൂപയുടെ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം അമ്മ പറഞ്ഞു കഴിഞ്ഞു. അവിടെ അപ്പീൽ കൊടുത്തിരുന്നല്ലോ അല്ലേ? അപ്പീലെല്ലാം കഴിഞ്ഞു. കോടതി അപ്പീലിന്റെ അവസ്ഥയൊന്നുമില്ല. എല്ലാ നടപടിക്രമങ്ങളും നമ്മുടെ സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ ആ സുപ്രീം കോടതി, അവിടുത്തെ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ വരെ നമ്മൾ പോയി. സുപ്രീം ജുഡീഷ്യൽ കൗൺസിലും വധശിക്ഷ ശരിവെക്കുകയും ഈ പറയുന്ന ബ്ലഡ് മണിയുടെ ഓപ്ഷൻ അത് പക്ഷേ വലിയൊരു കാര്യമായിരുന്നു അല്ലേ? അതെ അതെ. കാരണം ഈ ബ്ലഡ് മണിയുടെ ഓപ്ഷൻ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് അവിടെ പോയിട്ട് എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഒരുപാട് പരിമിതി ഉണ്ടല്ലോ അല്ലേ? അത്ര സാധ്യതകൾ പരീക്ഷിക്കാൻ പറ്റുന്ന രാജ്യമല്ല. സ്വാഭാവികമായും ഓരോ രാജ്യത്തിന്റെയും നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ആ നിയമവ്യവസ്ഥയ്ക്ക് പരിമിതികൾ ഉണ്ടായിരിക്കാം. പക്ഷേ ആ രാജ്യത്തിന്റെ സ്വതന്ത്രമായ നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ശിക്ഷയാണല്ലോ വിധിക്കുന്നത്. അപ്പൊ അതിനകത്ത് മറ്റൊരു രാജ്യത്തിന് ഇടപെടുന്നതിന് പരിമിതികളുണ്ട്. അത് വസ്തുതയാണ്. പക്ഷേ സ്വാഭാവികമായും നമുക്ക് ഇത്തരത്തിലുള്ള ഓപ്ഷൻസ്, ഈ പറയുന്ന ബ്ലഡ് മണി പോലെയുള്ള ഓപ്ഷൻസ് ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മുടെ സംവിധാനങ്ങൾ കൂടുതൽ തയ്യാറാകേണ്ടതുണ്ട്. ഈ കേന്ദ്ര ഗവൺമെന്റ് ശരിക്കും കോടതിയിൽ അമ്മ MLA പോകുന്നതിനോട് അനുകൂലിച്ചിട്ടാ അല്ലേ? ഇല്ല, കാരണം അത് സുരക്ഷയെ കരുതിയാണോ? സുരക്ഷയെ കരുതിയാണ്. അവിടുത്തെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം ഒരിക്കലും അവിടേക്ക് യാത്ര ചെയ്യുന്നതിന് അനുകൂലമല്ലെന്നും അവിടെ പോയി എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എംബസി പോലും ഇല്ലാത്തത് കൊണ്ട് സഹായിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു നിലപാടാണ് എടുത്തത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അത്തരമൊരു നിലപാട് ശരിയാണ് എന്ന് പറയുന്ന സമയത്ത് തന്നെ ഈ നിമിഷയുടെ ജീവൻ എന്ന് പറയുന്ന പിന്നെ ഒരു ഇതിനാണ് നമ്മൾ കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത്. അപ്പോൾ ഒരു അമ്മയെ സംബന്ധിച്ച് മകളുടെ ജീവൻ രക്ഷിക്കുക, ഇനിയിപ്പോൾ അമ്മയുടെ ജീവൻ അതിനെ ഇത്തരത്തിലുള്ള അപായപ്പെടുത്തിയിട്ടാണെങ്കിൽ പോലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വെല്ലുവിളി സ്വീകരിച്ചിട്ടാണെങ്കിൽ പോലും പോകുക എന്നുള്ളത് അമ്മയുടെ ഒരു കടമയാണ് എന്നുള്ളത് കൊണ്ട് അമ്മ നിർബന്ധമായും പോകാനുള്ള അനുമതിക്ക് വേണ്ടി ശ്രമിക്കണമെന്ന് പറഞ്ഞു. ആ വാക്കിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്വാഭാവികമായും കോടതിയിൽ അതിനുവേണ്ടി വാദിച്ചു.
കോടതിയുടെ അനുമതി ലഭിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. കോടതി വളരെ അനുകൂലമായ സമീപനം ഇക്കാര്യത്തിൽ എടുത്തല്ലേ? കോടതി വളരെ അനുകൂലമായ സമീപനം. ഓക്കെ, ഇനി നമ്മൾ 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് അമ്മ കിടക്കുന്നത്. 50,000 രൂപയുടെ ചോദ്യമാണ്. അമ്മ ഇന്ന് പിടിച്ചു നിന്നോണം. മത്സരം നടക്കുന്ന വേറെ സ്ഥലത്താണ്. നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകും. കുട്ടേട്ടാ, ലെവൽ 2. അമ്മ എന്തായാലും ഒരുപാട് ആൾക്കാരുടെ ഉപദേശം തേടിയിട്ടാണല്ലോ അമ്മ പോകുന്നത്. നമ്മുടെ അഭിഭാഷകനെ പോലുള്ള ഒരുപാട് ആൾക്കാരുടെ. അമ്മയ്ക്കൊരു കരുത്ത് കിട്ടട്ടെ അല്ലേ? തീർച്ചയായും. അവിടെ പോകാനും കാണാനും. മാത്രമല്ല അമ്മയുടെ ആ നിശ്ചയദാർഢ്യം നമ്മൾ അംഗീകരിക്കണം. ഒരു അമ്മ എന്നുള്ള നിലയിൽ വക്കീല് പറഞ്ഞ പോലെ എന്തു വന്നാലും നേരിടുമെന്നുള്ള സാമ്പത്തികമായ പ്രതിസന്ധികളുണ്ട്, ഭാഷാപരമായുള്ള പ്രതിസന്ധികളുണ്ട്. അവിടെ ഈ പറയുന്ന ആ രാജ്യത്തെക്കുറിച്ച് അറിയില്ല. ഇതൊക്കെ ഈ വെല്ലുവിളികളെല്ലാം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ അമ്മ പോകുന്നത്. അത് സത്യത്തിൽ നമുക്ക് എല്ലാവർക്കും മാതൃകയാക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മളെല്ലാവരും അതിനോടൊപ്പം നിൽക്കേണ്ടതാണ്. മനസ്സുകൊണ്ടും പിന്നെ എല്ലാ തരത്തിലും നമ്മൾ ആ പിന്തുണ നൽകേണ്ടതാണ് ഈ അമ്മയ്ക്ക്. അമ്മയ്ക്ക് ഒരു വലിയ വിഷമം ഉണ്ടായിട്ടുണ്ട്. അതായത് നിമിഷം ഒരു വക്കീലിനെ ഏർപ്പെടുത്താൻ വേണ്ടി ഒരു 1,00,000 രൂപ ചോദിച്ചിട്ട് അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റിയില്ല അല്ലേ? അത് അമ്മയ്ക്ക് സ്വരൂപിക്കാൻ പറ്റിയില്ലല്ലേ 50,000 രൂപ? എന്നായിരുന്നു അത്? ആദ്യം പിടിച്ച കീഴ്ക്കോടതിയിൽ ആദ്യം തന്നെ പിടിച്ച സമയത്ത് ആ സാമുവൽ സാറിന്റെ ബന്ധുക്കാര് നാട്ടിലുണ്ട്. അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്താല് സാമുവൽ സാർ അവിടെ കൈകാര്യം ചെയ്യും ഒരു വക്കീലിനെ. അതായത് ഇവിടെ നടന്ന കാര്യങ്ങള് കോടതിയിൽ കീഴ്ക്കോടതിയിൽ തന്നെ ഫസ്റ്റ് ബോധ്യപ്പെടുത്താനായിട്ടൊരു കാര്യങ്ങൾ തയ്യാറാക്കും എന്നുള്ളതാണ് പറഞ്ഞത്. ആ സമയത്ത് ഞാൻ പതുക്കെ ജോലിക്ക് കയറിയിട്ടുള്ളൂ. അവിടെ നിന്നും എനിക്ക് വായ്പ ചോദിക്കാനുള്ള ധൈര്യമില്ല. നിമിഷം എൻ്റെ മോളിങ്ങനെ അവിടെ ഇങ്ങനെ ഒരു കൊലക്കുറ്റത്തിന് പിടിക്കപ്പെട്ടു എന്ന് പറയാൻ എനിക്ക് പേടിയാണ്. അവരെ അറിയിക്കാതെ ഞാൻ വീട്ടിൽ ജോലി ചെയ്തു. അവർക്ക് അറിയത്തില്ല, ആ സമയം അറിയില്ല. കുറച്ചുകൂടി കഴിഞ്ഞൊക്കെ എല്ലായിടത്തും പത്രത്തിൽ വന്ന ശേഷവും കുറച്ചൊന്നും ആദ്യം അവരറിഞ്ഞില്ല. ആദ്യമായിട്ട് പത്രത്തിൽ വന്നത് 2018 മെയ് 5-ാം തീയതി. ആ പത്രം ഞാൻ അത്രയും ഭാഗം കണ്ടിച്ചെടുത്ത് മാറ്റിവെച്ചു. അങ്ങനെ ഞാൻ എന്താ കാര്യമൊന്നും എനിക്കറിയാതെ ഞാൻ ടോമിയോട് ഇങ്ങനെ പത്രത്തിൽ കാണുമല്ലോ എന്ന് പറഞ്ഞ് ടോമിനെ അവരെ അറിയാതെ ഫോണെടുത്ത് വിളിച്ചു. മൂത്ത മോളെ 30 താമസിക്കുന്ന അവളുടെ അടുത്ത് വന്നിട്ട് ടോമിനെ വിളിക്കും. കാരണം ആ വീട്ടിൽ സംസാരിക്കുമ്പോൾ അമ്മ അടുത്ത് വരും. ഞാൻ വീട്ടിൽ താമസിക്കുന്നത് ആ വീട്ടിൽ അമ്മ എപ്പോഴും എൻ്റെ കൂടെ തന്നെയാ. അപ്പോൾ ഫോൺ സംസാരിക്കണത് ആരാന്ന് ചോദിച്ച് എൻ്റെ അടുത്ത് വരും. അങ്ങനെ ഞാൻ 30 ചെന്ന് പേപ്പറിൽ ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് ഞാൻ ടോമിനെ വിളിച്ചു. അങ്ങനെ ഞാൻ വീട്ടുകാരനെ അറിയിക്കാതെ സൂക്ഷിച്ചു നോക്കി. എന്താ കാര്യമെന്ന് എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് അപ്പോഴാണ് അറിഞ്ഞപ്പോ ചോദിച്ചോ അവര്? എല്ലാവരും ഇപ്പൊ അറിയാലോ അവർക്കല്ലേ ഇപ്പൊ എല്ലാ കാര്യങ്ങളും എല്ലാം അവര് ഒരു വക്കീൽ സാറിനോടൊപ്പം അവരും പ്രവർത്തിക്കുന്നുണ്ട്. ഉണ്ടല്ലേ? സഹായിക്കുന്നുണ്ട്. എന്ത് വേണമെങ്കിലും ചെയ്യാൻ സഹായിക്കുന്നുണ്ട് ഇപ്പൊ. ഓക്കെ, അത് സന്തോഷമുള്ള കാര്യമാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നത് താങ്കൾക്ക് ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് പ്രചാരണങ്ങൾ നടന്ന് താങ്കൾ തന്നെ ഒരു 3-4 തവണ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നും പറയുന്നു. എന്തായിരുന്നു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്? ശ്രമിച്ചെന്നല്ല, ശ്രമിക്കാൻ വേണ്ടി തയ്യാറെടുത്തിട്ട് പോകാൻ വേണ്ടി നിന്നിരുന്നു. അതിന് ശ്രമിച്ചിട്ടില്ല. അതിനുവേണ്ടി അല്ല, ഈ ഇങ്ങനെയുള്ള കഥകൾ പ്രചരിക്കുന്നതിന്റെ വെളിച്ചത്തിലാണോ താങ്കൾ? താങ്കൾ അങ്ങനെ ചെയ്താൽ ഈ മകൾക്ക് പിന്നെ ആരുണ്ടാവും? ആ സിറ്റുവേഷൻ ഇപ്പൊ ചോദിക്കുവാണെങ്കിൽ അതിന് ഉത്തരം അതിന് ഞാൻ തന്നെ അങ്ങനെ ഒരു ഭാഗം ചിന്തിക്കുക പോലും ഇല്ല. കാരണം അന്നെന്ന് പറയുമ്പം എന്താണ് ഏതാണ് എന്ത് പറ്റിയെന്ന് ഒന്നും അറിയത്തില്ല. കാരണം അത് പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കാൻ തന്നെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ യമനിൽ നമ്മുടെ നാട്ടുകാരനായ രാമപുരത്തുള്ള ഫാദർ ടോം ഉടനാലിൻ്റെ അച്ഛനെ തീവ്രവാദികൾ തട്ടിക്കൊണ്ട് പോയായിരുന്നു. ആ അച്ഛനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുവന്നത് എങ്ങനെയാണെന്നും എനിക്കറിയാം. കാരണം ഞങ്ങൾ ആ സമയത്ത് അവിടെ താമസിച്ചിരുന്ന സ്ഥലത്ത് ഒരു സിസ്റ്റർ മരിച്ചതും അത് ഞങ്ങളൊക്കെ പോയി കണ്ടിട്ടുള്ളവരാണ്. ഞങ്ങളവിടെ പോകാറുണ്ട്, പ്രാർത്ഥിക്കുന്നവരാണ്. ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിരുന്നു എന്ന് പറഞ്ഞാൽ ആദ്യം ജോലി ചെയ്ത സ്ഥലത്ത്. അപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ ഭയങ്കര മോശമാണ്. ഇങ്ങനത്തെ അന്തരീക്ഷമായിട്ട് എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് കൊണ്ട് കേസ് കൊടുത്തും ആദ്യം ഫസ്റ്റ് ടൈമിൽ ഒരു കേസാണ് കൊണ്ട് കൊടുത്തത്. എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല എന്നുള്ള രീതിയിൽ. അതായത് വൈഫിനെല്ലാം തട്ടിക്കൊണ്ട്. കാരണം ഞാൻ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. പിന്നീടാണ് 2017 ആ ഒരു അതിൻ്റെ ഇടയ്ക്കായിട്ടാണ് കാര്യങ്ങൾ അറിയണത്. ഈ തലാൽ എന്ന് പറഞ്ഞ വ്യക്തി ഞാൻ നമ്പർ വന്ന അപ്പോൾ അതെല്ലാം നോട്ട് ചെയ്ത് നോക്കും. ഞാൻ എൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ക്രൈംബ്രാഞ്ചിനെയും കൊടുത്തിട്ടുണ്ട്, അന്ന് കൊടുത്തിട്ടുണ്ട്. അത് സമൂഹ മാധ്യമങ്ങളൊന്നും അറിയില്ല. കാരണം അവരെ അറിയിക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് മുമ്പേ വേറെ വലിയ കഥകൾ അങ്ങോട്ട് കിട്ടണേ. ഞാൻ ഒന്നാമത് മാനസികവും ശാരീരികവും സാമ്പത്തികവും അങ്ങ് തകർന്ന് പോയിട്ട് അതിനുശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ കേസും കൊടുത്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നിൽക്കുമ്പോൾ എല്ലാം തിരിച്ച് കിട്ടാതെ അവന് പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് ശക്തമായിട്ട് പറഞ്ഞ എൻ്റെ ഭാര്യ കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കും പിന്നീട് ഞങ്ങളെല്ലാം സന്തോഷത്തിലും വിളിക്കുകയും പറയുകയും ചെയ്തു. പൈസ മാത്രം കിട്ടില്ല എന്നുള്ളൂ, തരാമെന്ന് പറയുന്നുണ്ട്. അതിന് പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മനഃപൂർവ്വം നമ്മളെ പറ്റിച്ചതല്ല എന്നുള്ളൊരു ബോധ്യപ്പെടുന്നുണ്ട്. കുഞ്ഞിയുടെ അറിയാൻ കാരണം എന്ന് ചോദിച്ചാൽ തലാലിൻ്റെ ഇഷ്ടത്തിന് നിൽക്കാത്തതിൻ്റെ പേരിൽ ഈ തലാല് പല സമയത്തും ഇവൻ്റെ ഇഷ്ടത്തിന്, അതായത് ഭാര്യയാക്കാൻ വേണ്ടി പല മാർഗങ്ങളും നോക്കി. ഇങ്ങനൊന്നും നടക്കാതെ വന്നപ്പം കുറേ കാര്യത്തിലേക്ക് നിർബന്ധിച്ചായിട്ടുള്ള കുറേ കാര്യങ്ങളിൽ ഇവൻ ഇതൊക്കെ കാണിച്ചു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്.
പക്ഷെ അതിൻ്റെ അവിടെ പറഞ്ഞിട്ടുണ്ട് അത് കുറച്ചൊക്കെ റിസൾട്ട് വന്നേക്കുന്നതാണ്. വൈഫ് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം അവൾ ഒറ്റയ്ക്കാണ്, ഒരു ഇന്ത്യക്കാർ, എല്ലാ ഇന്ത്യക്കാരും പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ വൈഫിനെ ഹെൽപ്പ് ചെയ്യാൻ അവിടെ ആളില്ല. അവൾ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ എൻ്റെ കാര്യങ്ങൾ മുഴുവൻ എല്ലാ കോടതിയിലും ഞാനല്ല എൻ്റെ ഉത്തരവാദി എന്നാണ് പറയണേ. അത് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ മുട്ടി നടക്കാവുന്ന, അതായത് കഥക മുട്ടേണ്ട സ്ഥലങ്ങൾ മുഴുവൻ ഞാൻ മുട്ടി, എനിക്കൊരു നീതി ലഭിച്ചില്ല എന്നാണ് എന്നോട് തുറന്നു പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പാസ്പോർട്ടൊന്നും നിമിഷയുടെ കയ്യിലൊന്നും പാസ്പോർട്ടൊന്നും ഓൾറെഡി നിമിഷയുടെ കയ്യിലൊന്നും ഇല്ല. അത് സാറിന് അറിയത്തില്ലെങ്കിൽ എനിക്ക് അറിയാം. കാരണം ഈ സംഭവം നടന്നതിന് ശേഷം ആൾ പോയതിന് ശേഷം വേറെ സ്ഥലത്ത് പോയി ജോലി ചെയ്യായിരുന്നു ഒരു ഹോസ്പിറ്റലിൽ. ഓക്കെ, ആ ഹോസ്പിറ്റൽ അതിൻ്റെ ഉള്ളിൽ അതിന് മുമ്പ് തന്നെ ഈ ഹോസ്പിറ്റൽ നടന്നതായതുകൊണ്ട് ഇവർ തമ്മിൽ കേസും കാര്യങ്ങളും ഉള്ളതിൻ്റെ പേരിൽ നിമിഷയാണ് ഇത് ചെയ്തു എന്നുള്ള രീതിക്കുള്ള ഒരു കേസ് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 30ാമത്തെ ദിവസമാണ് എൻ്റെ വൈഫിനെ ഇവർ പിടിക്കപ്പെടുന്നത്. കേസ് കൊടുത്തിട്ട് തന്നെയാണ് പിടിക്കുന്നത്. കാരണം ഈ ഹോസ്പിറ്റൽ നടന്നല്ലേ, അന്ന് മുതൽ നമ്മുടെ ഹോസ്പിറ്റൽ പൂട്ടിക്കിടക്കുക. ഇന്ന് വരെ അതങ്ങനെ തന്നെ കിടപ്പുണ്ട്. അതിനെപ്പറ്റി ആർക്കും ചർച്ചയില്ല. തലാൽ ജയിലിൽ കിടന്നിട്ടുണ്ടെന്നോ അതിനെപ്പറ്റി ഒരു ചർച്ചയില്ല. നമ്മൾ കടക്കാരാണെന്നുള്ള ചർച്ചയില്ല. ഞങ്ങൾക്ക് ഒരു ചെറിയ ഒരു ഹോസ്പിറ്റൽ ഉണ്ടെന്നുള്ളത് അറിയില്ല. അമ്മ എങ്ങനെ ജീവിക്കണമെന്ന് അറിയുന്നില്ല. അമ്മ ഞാനൊക്കെ എങ്ങനെ ജീവിക്കണം എന്നറിയുന്നില്ല. ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ 2-3 വർഷത്തേക്ക് നമ്മൾ ഡൗൺ ആയിരുന്നു. പിന്നീട് എനിക്ക് താങ്കളൊക്കെ അല്ലേ, ഞാൻ ഇനിയിപ്പോൾ 100%, ദൈവം 150 വയസ്സ് വരെ എനിക്ക് ആയുസ് തരുവാണെങ്കിൽ ഞാൻ വീറാം. ഞാൻ ഇനി 1.5 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്കാണ് കിടക്കുന്നത്. ക്വസ്റ്റ്യൻ പ്ലീസ്. ഞാൻ ഇനി എന്തിന്റെ പേരിലാണ് ഭയപ്പെടുത്തുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു മലയാള പ്രയോഗം നിലവിലുള്ളത്? ഓപ്ഷൻ എ ഓലപ്പീപ്പി, ഓപ്ഷൻ ബി ഏടാകൂടം, ഓപ്ഷൻ സി ഏറുമമ്പരം, ഓപ്ഷൻ ഡി ഓലപ്പാമ്പ്. പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. അമ്മ പറഞ്ഞോ. ഇത്തിരി ഉച്ചത്തിൽ പറഞ്ഞാൽ നന്നാവും, എനിക്കൊരു കരുത്ത് കിട്ടും. ഓലപ്പാമ്പ്. ഉത്തരം ശരിയാണ്. അപ്പൊ അമ്മയ്ക്കിപ്പോ 50,000 രൂപ കയ്യിലുണ്ട്. ഈ 50,000 രൂപ ഉണ്ടെന്ന് ആൾക്ക് അയച്ചു കൊടുക്കാമായിരുന്നു അല്ലേ? കുട്ടേട്ട എന്തോ ഒരു കാര്യം അമ്മയോട് ചോദിക്കുന്നു. കുട്ടേട്ടാ ചോദിച്ചോളൂ. അമ്മയോടല്ല ചോദിക്കാനുള്ളത്, നിമിഷപ്രിയയുടെ ഹസ്ബൻഡിനോടാണ്, മിസ്റ്റർ ടോമി. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നിമിഷപ്രിയ താങ്കളെ ഡ്രൈവിംഗ് ചെയ്ത് ഒന്ന് ഞെട്ടിച്ചു എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലേ? അത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് വിരുന്ന് പോവുകയാണ്. മറ്റുള്ളവരൊക്കെ സ്വന്തക്കാരുടെ വീട്ടിലേക്ക് പോണ സമയത്ത് ഞാൻ കാറുമായിട്ട് പോണ സമയത്ത് എന്നോട് പറയുന്നു ഞാനാണ് ഡ്രൈവ് ചെയ്യണേ. വൈഫ് എന്നോട് പറഞ്ഞു ഞാനും ഡ്രൈവ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം നീ കാറൊക്കെ ഓടിക്കും ചെയ്യുമ്പോൾ പിന്നെ ഞാൻ കാറൊക്കെ ഓടിക്കും ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് വെറുതെ നുണ പറയുന്നതാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു രീതിക്ക് ഞാൻ ഇരുന്നപ്പം പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, വണ്ടി നിർത്ത്, ഞാൻ ഓടിച്ച് നോക്കി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എന്നാൽ ഒരു കുറച്ച് കഴിയിട്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് മാറ്റി നിർത്തിയിട്ട് വണ്ടി കയറി ഇരുന്നു. സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു, സീറ്റ് ബെൽറ്റ് ഇട്ടു. വണ്ടി ഞാൻ പോകുന്നതിനേക്കാളും നല്ല ഡ്രൈവിങ്ങിന് നല്ല സ്പീഡിൽ ഒറ്റ പോക്കാൻ പോയി. അത് എനിക്കൊരു വല്ലാത്തൊരു അത്ഭുതമായി മാറി. അതുപോലെ തന്നെ അത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചു പോയില്ല. അപ്പം നമ്മളെ ആ സമയത്ത് ചുമ്മാ പറഞ്ഞ് എന്നെ കളിയാക്കിയതായിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷെ അവളുടെ ആ പോസിറ്റീവായിട്ടുള്ള ആ ഒരു ഇതും ആ ഡ്രൈവിങ്ങിനോടുള്ള ഇതും പഠിച്ചു വെച്ചൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പറഞ്ഞ സമയത്ത് അത്രയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ഞങ്ങൾ അതിന് വേണ്ടി ഒരു ചെറിയൊരു സന്തോഷത്തിൻ്റെ പേരിൽ ഒരു കുഞ്ഞൊരു സമ്മാനവും മേടിച്ചു കൊടുത്തു. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് അമ്മ ഇനി 60,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. മോണിറ്റർ പ്ലീസ്. ഇനി പറയുന്നവയിൽ ദൂരം കണക്കാക്കുമ്പോൾ അട്ടപ്പാടിയുമായി ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളം ഏതാണ്? അട്ടപ്പാടിക്ക് അടുത്തുള്ള വിമാനത്താവളമാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ കോയമ്പത്തൂർ, ഓപ്ഷൻ ബി കണ്ണൂർ, ഓപ്ഷൻ സി കൊച്ചി, ഓപ്ഷൻ ഡി തിരുവനന്തപുരം. ഉറക്കെ പറഞ്ഞു അമ്മ, ഉറക്കെ പറഞ്ഞു. അമ്മയ്ക്ക് ഇതെല്ലാം അറിയാം. കോയമ്പത്തൂർ. അമ്മയുടെ വിഷമം കൊണ്ടാന്ന് എനിക്കറിയാം. ഓപ്ഷൻ എ കോയമ്പത്തൂർ. അമ്മ പറഞ്ഞത് ശരിയാണ്. അപ്പൊ 60,000 രൂപയും കിട്ടി. ഇനി നമ്മൾ 70,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. 70,000 ക്വസ്റ്റ്യൻ. അമ്മ ഇപ്പം ഈ അവിടേക്ക് പോകാനുള്ള പൈസയൊക്കെ എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്? എല്ലാം സേവ് നിമിഷപ്രിയ ആക്ഷൻ അവരാണ്. സേവ് നിമിഷപ്രിയ ഇപ്പൊ ഡൽഹിയിൽ ജോലി ചെയ്യുന്ന വക്കീലാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത്. ഡൽഹിയിൽ കാര്യങ്ങൾ നടത്തുന്നത് ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിലിരിക്കുന്നേ ഉള്ളൂ. എന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്റെ ആവശ്യം ഞാൻ പറയും, ഫോണിൽ കൂടി വോയിസ് മെസ്സേജ്. ആ ജോലി ചെയ്യുന്ന വീട്ടിലെ മകൻ ജോയി ആണ്. ജോയിയോട് എന്റെ ആവശ്യം പറയും. ഞാനും വിഷമിച്ച് കാണുമ്പോ തന്നെ ഇവരെ വിളിച്ചറിയിക്കും. അമ്മയുടെ ഒരു ഭാഗ്യമാണ്, ഇവരെ പോലെ കുറെ ആളുകള് ഇതിന്റെ പിന്നാലെ തന്നെ ഉണ്ടല്ലോ. എത്രയും ദൈവത്തിന് നന്ദി പറഞ്ഞാൽ മതിയാവില്ല. ജീവിതം പോരാ.
പല രാജ്യത്തും കഴിയുന്ന മക്കൾക്ക് നിമിഷപ്രിയയുടെ ജീവനെ കുറിച്ച് മാത്രമുള്ള ചിന്ത, അവരുടെ ജോലിയും കാര്യങ്ങളും കുടുംബങ്ങളും എല്ലാവർക്കും ചിന്ത എന്ന് മനസ്സിലാക്കിയിട്ട് 4 കൊല്ലം കഴിഞ്ഞു. അഡ്വക്കേറ്റ് എങ്ങനെയാ ഇതിൽ ബന്ധപ്പെട്ടത് ഈ കേസുമായി ബന്ധപ്പെട്ട്? നേരത്തെ ഈ പറയുന്ന ലോക കേരള സഭാംഗങ്ങൾ ചേർന്നിട്ടാണ് ഈ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കിയത്. അപ്പോൾ അവർ ഇതിന്റെ നിയമസാധ്യതകൾ, ഇതിന്റെ പലതരത്തിലുള്ള നിയമ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത്, ഇപ്പം നേരത്തെ കോടതിയിൽ പോകുന്ന ഉൾപ്പെടെയുള്ള, ഡൽഹി ഹൈക്കോടതിയിൽ പോകുന്ന ഉൾപ്പെടെയുള്ള വിവിധ പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ ചില ആളുകൾ അവരോട് ചില തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള നിയമോപദേശങ്ങൾ നൽകുന്ന സാഹചര്യം ഉണ്ടായി. നേരത്തെ ഉണ്ടായിരുന്ന ചില ആളുകൾ നമുക്ക് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ പോകാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കൃത്യമായ നിയമോപദേശം തേടുന്നതിന് വേണ്ടി എന്നെ ബന്ധപ്പെടുകയും പിന്നീട് എന്നോട് ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാമോ, ഞാൻ ഈ മൈഗ്രന്റ് റൈറ്റ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി സംഘടനകൾക്കകത്ത്, ഇന്റർനാഷണൽ സംഘടനകൾക്കകത്ത്, ലോയേഴ്സ് ബിയോണ്ട് ബോർഡേഴ്സ്, ഇന്റർനാഷണൽ ലോയേഴ്സ് അസിസ്റ്റിംഗ് വർക്കേഴ്സ് എന്നൊക്കെ പറയുന്ന 2-3 സംഘടനകൾക്കകത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഇന്ത്യൻ പ്രവാസികളുടെ ഈ നിരവധി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് പ്ലാറ്റ്ഫോമുകൾക്കകത്ത് ഇവരോട് സഹകരിച്ച്, ഇതിനകത്തുള്ള പല ആളുകളോടും സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവർ ഈ വിഷയം എൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ തീർച്ചയായും ഒരു ഇന്ത്യൻ പ്രവാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവൽ പ്രശ്നമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് സാധ്യമാകുന്ന കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. നിയമപരമായുള്ള സഹായം സൗജന്യമായിട്ട് നമുക്ക് നൽകാൻ സാധിക്കും. അതോടൊപ്പം നമ്മുടെ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള അമ്മയുടെ ഈ ഒരു ദുഃഖത്തിൽ നിന്ന് കരകയറ്റാൻ വേണ്ടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവരുമായി സഹകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇതിനകത്ത് നേരത്തെ അമ്മ പറഞ്ഞ ചില ആളുകളുടെ പേര് നമ്മൾ എന്തായാലും പറയേണ്ടതുണ്ട്. ഇപ്പോൾ ജോയി ചേട്ടൻ എന്ന് പറയുന്ന അമ്മയുടെ, ഈ അമ്മ നിൽക്കുന്ന വീട്ടിലെ ചേട്ടൻ, പിന്നെ എല്ലാ സമയത്തും അമ്മയ്ക്ക് പിന്തുണ നൽകിക്കൊണ്ട്, നമ്മൾ പലപ്പോഴും അമ്മയോട് സംസാരിക്കാൻ പറ്റാത്ത സമയത്തും ഇക്കാര്യങ്ങൾ ജോയി ചേട്ടനെ വിളിച്ചാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു നിർലോഭമായ പിന്തുണ, അത് ഈ അമ്മയുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയും ഈ കേസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും വലിയ സംഭാവന നൽകുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഭാരവാഹികൾ, അവർ നേരത്തെ അമ്മ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ ജനറൽ കൺവീനർ ജയൻ എന്ന് പറയുന്ന അദ്ദേഹം UK-യിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. മലപ്പുറം ജില്ലയിലെ എടപ്പാൾ സ്വദേശിയാണ്. ഇതിന്റെ ചെയർമാൻ ശ്രീ PM ജാബിർ എന്ന് പറയുന്നത്, അദ്ദേഹം 40 വർഷത്തിലധികം ഒമാനിൽ പ്രവാസിയായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ തിരിച്ചെത്തി പിന്നെ കുടുംബജീവിതം നയിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള ആളുകൾ, അപ്പൊ അവരുടെ വലിയ സംഭാവനകൾ ഇതിനകത്ത് നിസ്തുലമാണ്. ഓക്കെ, നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. ഇനി ഇന്ത്യയുടെ ഏത് അയൽ രാജ്യത്തു നിന്നും കുടിയേറിയ തൊഴിലാളികളാണ് സിലോൺ പൊറോട്ട എന്ന വിഭവം ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയത്? ഓപ്ഷൻ A ശ്രീലങ്ക, ഓപ്ഷൻ B ബംഗ്ലാദേശ്, ഓപ്ഷൻ C നേപ്പാൾ, ഓപ്ഷൻ D മ്യാൻമാർ. സിലോൺ പൊറോട്ട ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയത് ഏത് രാജ്യമാണ്? ശ്രീലങ്കയാണോ, ബംഗ്ലാദേശ് ആണോ, നേപ്പാൾ ആണോ, മ്യാൻമാർ ആണോ? അമ്മയ്ക്ക് വളരെ എളുപ്പമുള്ള സംഭവം അല്ലെ? നമുക്ക് ടോമിയുടെ സഹായം എടുക്കാം, കുട്ടേട്ടന്റെ സഹായം എടുക്കാം. കുട്ടേട്ടാ. പ്രേമകുമാരി, ഇത് കുട്ടേട്ടന്റെ അവസാനത്തെ പിടിവള്ളി. 2 ഓപ്ഷൻ പറയും, അതിൽ 1 ശരി ഉത്തരമാണ്. A ശ്രീലങ്ക, C നേപ്പാൾ. അപ്പൊ അമ്മക്ക് ഇനി 2 ഉത്തരവുണ്ട്. ശ്രീലങ്കയാണോ നേപ്പാളാണോ? ഇതിലേതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്താൽ മതി. ശ്രീലങ്ക. ഉത്തരം ശരിയാണ്, ശ്രീലങ്കയാണ് ശരി. അമ്മ നേരത്തെ ആലോചിച്ചായിരുന്നു ശ്രീലങ്ക, അതങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു അല്ലേ? ആലോചിച്ചില്ലായിരുന്നു ശ്രീലങ്ക? പിന്നെ പറഞ്ഞായിരുന്നോ ശ്രീലങ്ക? ഞാൻ കേട്ടില്ല, പുറത്തോട്ട് വന്നില്ല. അല്ല, അവിടെ പോയി എല്ലാം ഉച്ചത്തിൽ പറഞ്ഞോളാം കേട്ടോ. പേടിയല്ലേ, തെറ്റിപ്പോകുന്നുള്ളത്. എനിക്ക് തോന്നുന്നു അമ്മയ്ക്ക് യമനിൽ ഇറങ്ങുന്ന സമയത്ത് അവിടുന്ന് പേടി മാറാൻ ഇവിടുത്തെ അല്ലേ ഇത് ഉപകരിക്കുന്ന എനിക്ക് തോന്നുന്നു. ഒരു പേടിയും വേണ്ട, അമ്മ പറയാനുള്ളത് മനസ്സിൽ തോന്നി അപ്പം അങ്ങ് പറഞ്ഞോളാം, മലയാളത്തിൽ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ 70,000 രൂപ കിട്ടി. ഇനി നമുക്ക് 80,000 രൂപയുടെ ചോദ്യമാണ്. 80,000 ക്വസ്റ്റ്യൻ പ്ലീസ്. ഒരു പടം കാണിച്ചു തരാം, അമ്മ അങ്ങോട്ട് നോക്കിക്കോളൂ. അമ്മ പടം കണ്ടോ? കേരളത്തിലെ ഏത് മുൻ മുഖ്യമന്ത്രിയുടെ ചിത്രമാണിത്? ഓപ്ഷൻ A VS അച്യുതാനന്ദൻ, ഓപ്ഷൻ B EK നായനാർ, ഓപ്ഷൻ C R ശങ്കർ, ഓപ്ഷൻ D EMS നമ്പൂതിരിപ്പാട്. ഉത്തരം ശരിയാണ്, EMS നമ്പൂതിരിപ്പാട്. ഓപ്ഷൻ D, ഏലംകുളം മനയിലാണ് അദ്ദേഹം ജനിച്ചത്. ഓക്കെ, ഓപ്ഷൻ D. അപ്പൊ ഇപ്പൊ 80,000 രൂപ അമ്മയ്ക്ക് കിട്ടി. ഇനി 1,00,000 രൂപയുടെ ചോദ്യമാണ്. അമ്മ ഒന്ന് പിടിച്ചു തന്നോളൂ, നമ്മൾ ഇനി അടുത്ത ലെവലിലേക്കാ പോകുന്നത്. കുട്ടേട്ടാ, ലെവൽ 3. ഇനിയിപ്പോ അമ്മയ്ക്ക് ഒരു സഹായത്തിനേ ആളുള്ളൂ, അത് ഇദ്ദേഹമാണേ, ടോമി മോളും. ക്വസ്റ്റ്യൻ പ്ലീസ്. ഏത് മൃഗത്തിന് 9 ജന്മങ്ങളുണ്ടെന്നാണ് ലോകമൊട്ടാകെ അന്ധവിശ്വാസമുള്ളത്? ഓപ്ഷൻ A നായ, ഓപ്ഷൻ B കരടി, ഓപ്ഷൻ C ആന, ഓപ്ഷൻ D പൂച്ച. ഇതിലേതോ ഒരു മൃഗത്തിന് 9 ജന്മങ്ങൾ കിട്ടും
എന്നാണ് വിശ്വാസികൾ പറയുന്നത്. അത് അന്ധവിശ്വാസമാണ്, എന്നാലും അങ്ങനെ ഒരു ധാരണ ആളുകൾക്കിടയിലുണ്ട്, ചില ആളുകൾക്കിടയിൽ. അമ്മയ്ക്ക് തോന്നിയോ? പൂച്ച. ഉത്തരം ശരിയാണ്. അമ്മയ്ക്ക് ഇതെല്ലാം അറിയാം. അമ്മ കുറച്ച് മനസ്സിൽ പേടിച്ച് പറയുന്നത് മാത്രമേ ഉള്ളൂ അല്ലേ? ഓപ്ഷൻ ഡി. കാര്യം അമ്മ ഇപ്പൊ ഇതുപോലുള്ള വേദിയിലൊന്നും പോയിട്ടില്ലമ്മേ, അതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമല്ല. പേടി ഉണ്ടാവും, പക്ഷെ അമ്മയ്ക്ക് ഇവിടെ പേടിക്കേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ സഹായിക്കാനാണ് നിൽക്കുന്ന അമ്മേ. ഓപ്ഷൻ ഡി പൂച്ച. അപ്പോ 1 ലക്ഷം രൂപ അമ്മയ്ക്ക് കിട്ടി. ഇനി 2 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക്. ചോദ്യം പ്ലീസ്. മലബാർ മേഖലകളിൽ അനന്തശയനം എന്നും അറിയപ്പെടുന്ന ഒരു പൂവുണ്ട്, അത് ഏതാണെന്നാ ചോദ്യം. ഓപ്ഷൻ എ നിശാഗന്ധി, ഓപ്ഷൻ ബി നിത്യകല്യാണി, ഓപ്ഷൻ സി കാക്കപ്പൂവ്, ഓപ്ഷൻ ഡി ബോഗൺവില്ല. ഇനി ഇവിടെ ഒരു പിടിവള്ളി കിടപ്പുണ്ടമ്മേ സഹായത്തിന്. അമ്മയ്ക്ക് കിട്ടുന്നില്ലേ അമ്മ ഇങ്ങോട്ട് ചോദിക്കാം. നിശാഗന്ധി. ഉത്തരം ശരിയാണ്. അപ്പൊ 2 ലക്ഷമായി. ഇനി നമുക്ക് 3 ലക്ഷം രൂപയുടെ ചോദ്യമുണ്ട്. 3 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്കാണ്. ക്വസ്റ്റ്യൻ പ്ലീസ്. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോകസഭാ മണ്ഡലം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആലത്തൂർ, ഓപ്ഷൻ ബി ലക്ഷദ്വീപ്, ഓപ്ഷൻ സി ചാന്ദിനി ചൗക്ക്, ഓപ്ഷൻ ഡി ബാർമർ. 4 ഉത്തരവുണ്ട്. ഏറ്റവും ചെറിയ ലോകസഭാ മണ്ഡലം. ഏറ്റവും കുറച്ച് ആൾക്കാരെ ഇവിടെ ഉള്ളൂ, വോട്ടർമാർ വളരെ കുറവ്. ആലത്തൂര്, ലക്ഷദ്വീപ്, ചാന്ദിനി ചൗക്ക്, ബാർമർ. ഇനി ഇവിടെ ഒരു പിടിവള്ളി ടോമിയുടെ കിടക്കുക. അമ്മയ്ക്ക് സഹായം വേണമെങ്കിൽ. അമ്മ ഇപ്പോൾ നമ്മുടെ നിലവാരം എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അമ്മ വിജയിച്ചാൽ 3 ലക്ഷം രൂപ കിട്ടും, തെറ്റിയാൽ 20,000 രൂപ ആയി പോവും, പിന്മാറിയാൽ അമ്മയ്ക്ക് 1 ലക്ഷം രൂപ കിട്ടും. തെറ്റുത്തരം പറയാൻ പാടില്ല, കാര്യം അമ്മയ്ക്ക് ഇത് ആവശ്യമുണ്ട്. ഇവിടുത്തെ മരുമകന്റെ സഹായം എടുക്കണോ? ചോദിക്കാം. അപ്പൊ താങ്കൾക്ക് പിടി കിട്ടിയോ? ചോദ്യം പിടി കിട്ടിയോ? എന്തായാലും ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം തന്ന അമ്മ തന്നെയാണ്. ഞാനായിട്ട് ഇനി അത് കുളവാക്കണോ? അത് കുഴപ്പമില്ല. അപ്പൊ അമ്മ ഒരു നല്ല കാര്യത്തിനല്ലേ യാത്ര പോകുന്നു. അപ്പൊ ചോദ്യം മനസ്സിലായോ? ഏറ്റവും കൂടുതൽ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും കുറച്ച് വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലം ഏതെന്നാണ് ചോദ്യം. അല്ല, എനിക്ക് ഡൗട്ട് ഉണ്ട്, അതുകൊണ്ട് അമ്മ തന്നെ ചോദിച്ചു. അവിടെ ചോദിച്ചു. അപ്പൊ മരുമകൻ കൈ ഒഴിഞ്ഞു. ലക്ഷദ്വീപ്. അമ്മ ലക്ഷദ്വീപ് ഉറപ്പിക്കുകയാണോ? ലക്ഷദ്വീപ്. ഉത്തരം ശരിയാണ്. അപ്പൊ 3 ലക്ഷം രൂപ അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 5 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. 5 lakhs. മോണിറ്റർ. കേരളത്തിലെ ഏത് മുൻ മുഖ്യമന്ത്രിയാണ് സ്വന്തം പേരിൽ തന്നെ സൈമൺ കുരുവിള സംവിധാനം ചെയ്ത പീറ്റർ എന്ന ചിത്രത്തിൽ അഭിനയിച്ചത്? ഓപ്ഷൻ എ VS അച്യുതാനന്ദൻ, ഓപ്ഷൻ ബി ഉമ്മൻചാണ്ടി, ഓപ്ഷൻ സി AK ആന്റണി, ഓപ്ഷൻ ഡി EK നായനാർ. ഒരു മുഖ്യമന്ത്രി ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, അതാരാണെന്നാണ് ചോദ്യം. 5 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. അമ്മ പരമാവധി തെറ്റിക്കരുത്, കാരണം തെറ്റിയാൽ ഇനി സഹായമൊന്നും ആരുടെ ഇല്ല. തെറ്റിയാൽ നമുക്ക് 30,000 രൂപയായി മാറിപ്പോവും, പിൻവാങ്ങിയാൽ 1.5 ലക്ഷം രൂപ അമ്മയ്ക്ക് കൈ കിട്ടും. തെറ്റിച്ച് പറയരുതമ്മ, കാര്യം തെറ്റിയാൽ കിട്ടിയോ കയ്യിലുള്ള പോവില്ലേ, അത് ഭയങ്കര അബദ്ധമാവില്ലേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില്. അറിയില്ലെങ്കിൽ അമ്മ പിന്മാറിക്കോളൂ, അതായിരിക്കും നിലവിലുള്ള സാഹചര്യം. നമ്മൾ കൂടുതൽ മത്സരവുമായി പോകുന്നതിനേക്കാൾ വരി നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ആവശ്യമാണ് ഇപ്പോൾ ഉള്ളത്. ഏറ്റവും പ്രധാനം അതിൽ അമ്മയ്ക്ക് യാത്രക്കെങ്കിലും ഉപകാരപ്പെടും. ഓക്കെ അമ്മ, എനിക്ക് മനസ്സിലായി, അമ്മയുടെ ബുദ്ധിമുട്ട് മനസ്സിലായി. അപ്പൊ അമ്മ ഈ മത്സരത്തിൽ നിന്ന് പിന്മാറുന്നു. അപ്പൊ അമ്മയ്ക്ക് 1.5 ലക്ഷം രൂപ കയ്യിലുണ്ട്. 1.5 ലക്ഷം രൂപ കയ്യിലുണ്ട്. അമ്മയ്ക്ക് ആരെയാ സംശയം തോന്നി ഇതിനകത്ത്? ഈ 4 പേരിലെ അത് തെറ്റാണ് അമ്മ. അത് പറഞ്ഞിരുന്നെങ്കിൽ അമ്മയുടെ പൈസ പോയതിനെ ഉമ്മൻചാണ്ടി ആയിരുന്നു. ഞാൻ അറിയില്ല, പക്ഷെ ഇത് നമ്മൾ ഈ സിനിമയൊന്നും കാണാത്ത അതെനിക്ക് മനസ്സിലായി, അതാ ഞാൻ അമ്മയോട് പറഞ്ഞത്. ഓക്കെ, എന്തായാലും അത് സാരമില്ല. അമ്മ ഇപ്പൊ എല്ലാ സിനിമയും കാണുന്നു. അമ്മ വലിയൊരു ലക്ഷ്യമായിട്ട് പോവാണ്. ആ 1.5 ലക്ഷം രൂപ അമ്മയ്ക്ക് ഈ അവിടെ പോയിട്ടുള്ള ചെലവിനൊക്കെ ഉപകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയിപ്പോൾ അമ്മയ്ക്ക് എല്ലാ ഈ യാത്ര പോകുന്നതിന് മുമ്പാണ് ഈ പരിപാടി നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുകയാണ്. അപ്പോൾ ഇത് സംപ്രേഷണം ചെയ്യുന്ന ദിവസമാകുമ്പോൾ അമ്മ ML എത്തിയിട്ടുണ്ടാകും.
ഈ പിന്നീട് അമ്മയ്ക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് 24 വഴി പ്രേക്ഷകരെ നമ്മൾ അറിയിക്കാം. മാത്രമല്ല 24 വളരെ ശക്തമായിട്ട് അമ്മയുടെ കൂടെ ഉണ്ടാകും. മാത്രമല്ല അമ്മ 12 കൊല്ലത്തിന് ശേഷം മകളെ കാണാൻ പോവാ. മകളോട് അമ്മ എന്താ പറയാൻ പോകുന്നത്? അമ്മ മകളെ ആദ്യം കാണുമോ അതോ ഈ കൊല്ലപ്പെട്ട ആളിന്റെ ഭാര്യ ആദ്യം കാണുമോ? മകളെയാണ് ആദ്യം നമ്മളിപ്പോൾ കാണാൻ ഉദ്ദേശിക്കുന്നത്. കാരണം മകളെ കാണുക എന്നുള്ളത് സാങ്കേതികമായി വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ജയിലുള്ള നിമിഷയെ ബന്ധുക്കൾക്ക് സന്ദർശിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരമുണ്ട്. അതേസമയം മറ്റവരുടെ സമ്മതത്തോടു കൂടി മാത്രമേ നമുക്ക് അവരെ കാണാൻ പറ്റൂ അല്ലേ? അപ്പോൾ ആദ്യം നിമിഷയെ കാണുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ. അല്ല, ഈ യാത്രയില് എത്ര ദിവസം അമ്മ ഇവിടെ താമസിക്കണം, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ശരിക്കും? തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമൂഹലിന്റെ കുടുംബം അവിടെ ഉണ്ട്. പിന്നെ ചില മലയാളി കുടുംബങ്ങൾ അവിടെ നഴ്സുമാരൊക്കെ ആയി വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അവരുടെ കൂടെ മലയാളി കുടുംബങ്ങളൊക്കെ ആവശ്യമുണ്ടല്ലേ? ചില കുടുംബങ്ങൾ അവിടെ ഉണ്ട്, ഇപ്പോഴും തുടരുന്നുണ്ട്. അപ്പൊ അവരുടെ സഹായത്തോടു കൂടി സഹകരണത്തോടു കൂടി അമ്മയെ താമസിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ കൃത്യമായി ഇതിനെല്ലാം തീരുമാനമെടുക്കേണ്ടത് ആ വിക്ടിമിന്റെ കുടുംബമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവര് അല്ലെങ്കിൽ ഈ ഗോത്രത്തലവന്മാർ എപ്പോൾ കാണാൻ സമ്മതിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ എല്ലാ നീക്കങ്ങളും. നമുക്കിപ്പോൾ ബാക്കിയുള്ള ഏതാണ്ട് 1.5 മാസത്തെ വിസയാണുള്ളത്. അതിൻ്റെ ഉള്ളിൽ ഈ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയാക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ എല്ലാം ഈ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയായിരിക്കും എന്നുള്ളത് അവരെ ആ രാജ്യത്തെ നിയമങ്ങളും നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുകയാണല്ലോ. അപ്പൊ ഈ അമ്മ ധൈര്യമായിട്ട് പോവാ യമനിലേക്ക്. അവിടെ ചെന്ന് അമ്മ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മളൊക്കെ അമ്മയുടെ കൂടെ ഉണ്ട്. ഓക്കെ അമ്മ, കുട്ടേട്ടാ. ലെവൽ 1. അമ്മ ഇതിൽ പങ്കെടുത്തെന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അഡ്വക്കേറ്റ്, താങ്ക് യു. താങ്കൾ ഡൽഹിയിൽ നിന്ന് ഓൾ ദ വേ ഇത്രയും യാത്ര ചെയ്ത് ഇവിടെ എത്തി. എനിക്കറിയാം താങ്കളുടെ ഒരു കമ്മിറ്റ്മെന്റ് ഈ പ്രശ്നത്തിലുള്ളത്. അമ്മ ഇങ്ങോട്ട് വന്നോളൂ. ഓക്കെ, മോളും കൂടെ വേണേ വന്നു. മോളിലൂടെ വന്നിട്ട് ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ചു വേഗം. അപ്പൊ അമ്മയും മോളും കൂടെ നമ്മുടെ വക്കീലിന്റെ സാന്നിധ്യത്തിൽ വാങ്ങിച്ചോളൂ. ഇത് മോള് സൂക്ഷിച്ചു വെക്കുവോ? ഇത് സൂക്ഷിച്ചു വെക്കുവോ? മെഡിക്കായിട്ട് സൂക്ഷിച്ചു വെക്കുവോ? ഓക്കെ. അപ്പൊ അമ്മ സന്തോഷം. അമ്മ വലിയൊരു ദൗത്യത്തിന് പോവാ. അതൊക്കെ സംഭവിക്കും. അമ്മയ്ക്ക് നല്ലതേ വരും. തീർച്ചയായിട്ടും. ഇതുവരെ ഞങ്ങളാണ് ഈ അമ്മയും മോളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരുന്നത്. ഇനി അത് 24 ഫ്ലവേഴ്സും അതോടൊപ്പം തന്നെ കേരളീയ സമൂഹവും ഒരുപാടുണ്ടാവും. ഇവരെ ചേർത്ത് പിടിക്കും. അമ്മയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ നിരന്തരമായിട്ട് ആൾക്കാരോട് പറഞ്ഞുകൊണ്ടിരിക്കും. താങ്ക് യു. നമ്മൾ ഇനിയും കാണും. എനിക്ക് നമ്മൾ തമ്മിൽ അന്ന് പങ്കെടുത്ത് ഈ മുഖം ചെറുതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. തീർച്ചയായും ഞങ്ങൾ നേരത്തെ ഇങ്ങനെ പരിപാടിയിലൊക്കെ വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ എന്തായാലും സന്തോഷം. താങ്ക് യു ടോമി, താങ്ക് യു. അപ്പൊ അമ്മ ഇതുവഴി പോവാം. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അബ്ദുൾ റഹീമിന് വേണ്ടി 34 കോടി രൂപ സമാഹരിച്ച ഒരു ജനതയാണ് ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹം എന്ന് പറയുന്നത്. അന്ന് തന്നെ പല ആളുകളും യൂട്യൂബ് വഴി എന്നോടൊക്കെ ആവശ്യപ്പെട്ടിരുന്നു, നിമിഷപ്രിയയുടെ പ്രശ്നം എന്താണ് നിങ്ങൾ അവഗണിക്കുന്നത്? ഒരിക്കലും നിമിഷപ്രിയയുടെ പ്രശ്നം നമ്മൾ അവഗണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഒരിക്കൽ കൂടി മലയാളി സമൂഹം ഇവർക്ക് വേണ്ടി, നിമിഷപ്രിയയ്ക്ക് വേണ്ടി, അവരുടെ മോചനത്തിന് വേണ്ടി അണിചേരും. കാരണം അവർക്ക് ഒരു വധശിക്ഷ അവിടുത്തെ കോടതി വിധിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ആ വഴി തേടിയാണ് ഈ അമ്മ യമനിലെത്തിയിരിക്കുന്നത്. നല്ലത് സംഭവിക്കുന്ന പ്രതീക്ഷയോടെ മറ്റൊരു മത്സരാർത്ഥിയുമായി ഇനി നാളെ രാത്രി 9 മണിക്ക്. ഗുഡ് ബൈ.